അദ്വൈത വൈദഗ്ധ്യ പ്രകടനത്തിൽ 14ാമത്തെ കാര്യം. ചിത്തകാലാഹി ഏന്തസ്തു ദ്വയകാലാശ്ചയേ ബഹി കൽപ്പിത ഏവ തേ സർവേ വിശേഷോ നാന്യഹേതുക സ്വപ്നവത് ചിത്തപരികൽപ്പിതം സർവം ഇത്യേതദ് ആശങ്ക്യതേ. യസ്മാത് ചിത്തപരികൽപ്പിതൈർ മനോരഥാദിലക്ഷണൈ ചിത്തപരിച്ഛേദ്യൈ വൈലക്ഷണ്യം ബാഹ്യാനാം അന്യോന്യപരിച്ഛേദ്യത്വമിതി സാനയുക്ത ആശങ്ക. ഇതുവരെ ചർച്ച ചെയ്തത് ജാഗ്രത് സ്വപ്നം പോലെ തന്നെ. ജാഗ്രത് സ്വപ്നം പോലെ എന്ന് പറയുമ്പോൾ അവിടെ പല ചോദ്യങ്ങളും വരും. പ്രധാനമായും വരുന്ന എന്താണ്? സ്വപ്നം ക്ഷണികമാണ്, ജാഗ്രത് സ്ഥായിയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ എന്നെങ്ങനെ പറയാൻ പറ്റും? ക്ഷണികമായ സ്വപ്നം അതിന് തുല്യമാണ് ഈ ദീർഘകാലം, സ്വപ്നത്തെ അപേക്ഷിച്ച് ദീർഘകാലം അനുഭവപ്പെടുന്ന ജാഗ്രത എന്നങ്ങനെ പറയാൻ പറ്റും. രണ്ടും തുല്യം എന്ന് പറയുന്നത് ശരിയല്ലായിരുന്നു. അപ്പോൾ ഇത് രണ്ടും തുല്യമാണെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ തുല്യമെന്നല്ല, അത് പറയുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് രണ്ടും തുല്യമാണെന്ന് പറയുമ്പോൾ ജാഗ്രതയിൽ തന്നെ അനുഭവങ്ങൾ പലതരത്തിലാണ്. അതുപോലെ സ്വപ്നത്തിലും പലതരത്തിലുള്ള അനുഭവങ്ങൾ വരാം. ബാഹ്യമായി കാണുന്ന ഈ അനുഭവങ്ങൾ തുല്യമെന്നല്ല പറയുന്നു. തുല്യം എന്ന് പറയുന്നത് എന്താണ്? രണ്ടിനുമുള്ള അസത്യത്വം, അത് തുല്യമെന്നാണ്. അത് മാത്രമേ ഇവിടെ തുല്യം എന്ന് പറയുന്നു. അത് സ്വപ്നത്തെ സംബന്ധിച്ച്, സ്വപ്നാനുഭവങ്ങളെ സംബന്ധിച്ച് നിശ്ചിതമാണ്, അത് അസത്യമാണ്. അതിലാർക്കും വിവാദമില്ല. എന്തുകൊണ്ട്? ഉണർന്നതിന് ശേഷം അത് ബോധ്യപ്പെടുന്നു, അത് അസത്യമാണ്. ജാഗ്രത അങ്ങനെയല്ല. ജാഗ്രതയിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഉണരാൻ കഴിയുന്നില്ല. ജാഗ്രതയിൽ നിന്ന് നമുക്ക് പരമാവധി പോകാമെന്നുള്ളത് സുഷുപ്തിയിലേക്കാണ്. അവിടെ ഒരു ഉണർവില്ല, ഉറക്കമാണ്. അപ്പൊ ജാഗ്രത അസത്യമാണെന്ന് അവിടെ ബോധിക്കാൻ കഴിയുന്നില്ല. സ്വപ്നത്തിനും ബോധിക്കാൻ കഴിയുന്നില്ല. കാരണം സ്വപ്നം അവിടെ ജാഗ്രത ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളിന് സ്വപ്നവും ജാഗ്രതയാണ്. അതുകൊണ്ട് അവിടെയും മറ്റൊരു ജാഗ്രതയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ബോധിപ്പിക്കുന്നത് എന്താണ്? ജാഗ്രത സ്വപ്നത്തിലെ അസത്യത്വം അത് ജാഗ്രതത്തിലും കൊണ്ടുവരണം. മറ്റനുഭവങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ സ്വപ്നത്തിൽ എന്ത് സംഭവിക്കാമെന്നുള്ളതുപോലെ ജാഗ്രതയിൽ സംഭവിക്കും. സ്വപ്നത്തിൽ സാധാരണ മുമ്പ് പറഞ്ഞു എന്താണ്? ജാഗ്രതയിലില്ലാത്ത പല അനുഭവങ്ങളും സ്വപ്നത്തിലുണ്ടാകാം. സമാധാനം പറഞ്ഞു. ജാഗ്രതയിൽ തന്നെ എന്താണ്? വിഭിന്നങ്ങളായ ആശ്ചര്യങ്ങളായ അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. ജാഗ്രതയിൽ തന്നെ നിരവധി ലോകങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. നിരവധി ലോകങ്ങളിലെ അനുഭവങ്ങൾ പലർക്കുമുണ്ട്. അവിടെയെല്ലാം പലതരത്തിലുള്ള ആശ്ചര്യങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞു, സഹസ്രാക്ഷന്റെയും മറ്റു ഉദാഹരണം പറഞ്ഞു. ഇങ്ങനെ പലതും ജാഗ്രതയിൽ സംഭവിക്കാം. 14 ലോകങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ ജാഗ്രതയിലാണ്. ഇതെല്ലാം ജാഗ്രതയിൽ സംഭവിക്കാമെങ്കിൽ അതുപോലെ സ്വപ്നത്തിലും പലതും സംഭവിക്കാം. അനുഭവങ്ങളുടെ വൈചിത്ര്യം
അത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഒരുപോലെ വരാം. അതല്ല ഇവിടെ പ്രധാനമായി പറയുന്നു. സ്വപ്നത്തെ സംബന്ധിച്ച് എന്താണോ ബോധിച്ചത്, എന്താണ് അത് അസത്യമാണ്, അത് ജാഗ്രതത്തിന് യോജിപ്പിക്കാവുന്നതാണ്. അത് ജാഗ്രതത്തിൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷമേ, സ്വപ്നം വിട്ടതിന് ശേഷമേ ബോധിച്ചുള്ളൂ. ജാഗ്രതത്തിൽ നിന്ന് ഉണരുന്നതിന് മുമ്പ് ബോധിപ്പിക്കുകയാണ് ഇവിടെ. എങ്ങനെ അത് യുക്തിയിലൂടെ ബോധിപ്പിക്കുന്നു? ആ യുക്തികളാണ് ഇവിടെ പറയുന്നത്. അതിന്റെ അപരോക്ഷമായ പരമാർത്ഥമായ ബോധം ജാഗ്രതയിൽ നിന്ന് ഉണർന്നാലേ സംഭവിക്കും. എന്നാൽ ജാഗ്രതയിൽ നിന്ന് ഉണരാതെ തന്നെ യുക്തിയിലൂടെ അതിനെ ബോധിപ്പിക്കുന്നു. അല്ലാതെ സ്വപ്നസമം എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിലെ കാഴ്ചകൾ പോലെയുള്ള കാഴ്ചകളാണ് ജാഗ്രതത്തിൽ എന്നുള്ള അർത്ഥത്തിലല്ല. അതിന്റെ സമത്വം എന്ന് പറയുന്നത് ആ അസത്യത്വത്തിലാണ്. എന്നാലും എങ്ങനെ പറയാനും പറ്റും? കാരണം നമുക്കത് ബോധ്യപ്പെടണം. അത് ഒരു സ്ഥലത്ത് ബോധ്യപ്പെട്ടതാണ്. സ്വപ്നത്തിൽ അസത്യത്വം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വന്നത് അത് വിവാദമില്ലാതെ സർവർക്കും ബോധ്യപ്പെട്ടതാണ്. അത് തന്നെയാണ് ജാഗ്രത എന്ന് ബോധിപ്പിക്കുമ്പോൾ അവിടെ യുക്തിക്ക് ഭംഗമൊന്നുമില്ല. മറിച്ചാണെങ്കിലോ സ്വപ്നത്തിലെ ദൃശ്യങ്ങൾ പോലെയാണ് ഈ ദൃശ്യങ്ങളും എന്നെല്ലാം പറയുമ്പോൾ അവിടെ യുക്തിക്ക് നിരക്കാത്ത പലതും കണ്ടെന്നു വരാം. സ്വപ്നത്തിൽ ജാഗ്രതത്തിലെ യുക്തിക്ക് നിരക്കാത്ത സ്വപ്നത്തിൽ വന്നെന്ന് വരാം. അതുകൊണ്ട് ഇവിടെ അതാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്വപ്നത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സ്വപ്നം കാണുന്നവന് സ്വപ്നത്തിൽ സംഭവിക്കുന്നത് ആ കാഴ്ചകൾ സത്യത്വ ബുദ്ധി, അത് പരമാർത്ഥമാണെന്നുള്ള ബോധം. അത് സ്വപ്നം കാണുന്ന കാലത്തോളം അത് ദൃഢമായി തന്നെ ഇരിക്കുന്നു. നല്ലൊരു മാറ്റവും വരുന്നുണ്ട്. ജാഗ്രതത്തിലെ സംസ്കാരം കൊണ്ട് ഒരുവൻ സ്വപ്നത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അവിടെയും യുക്തിചിന്തയെല്ലാം നടത്താം. കാരണം സ്വപ്നത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല. എന്ത് സംഭവിക്കും? സാധാരണഗതിയിൽ അവിടെ ഇത് തന്നെ സംഭവിക്കും. യുക്തിചിന്ത ചെയ്താലും അതെല്ലാം സത്യമായി തന്നെ അനുഭവപ്പെടും. സ്വപ്നത്തിന്റെ അനുഭവം അങ്ങനെയാണ്. അത് സത്യമായി തന്നെ അനുഭവപ്പെടും. അതുപോലെ ജാഗ്രതത്തിലെ അനുഭവങ്ങളിൽ സത്യത്വബോധം വരുന്നു. സ്വപ്നാനുഭവങ്ങളിൽ സത്യബോധം വന്നതുപോലെ ജാഗ്രത അനുഭവങ്ങളിൽ സത്യബോധം ദൃഢമായിരിക്കും. അതിനെ നിരാകരിക്കുന്നു. അതിന് പറയുന്ന യുക്തികളിലാണ് ഇവിടെ സംശയങ്ങൾ വരുന്നത്. അതിനാണ് സമാധാനം പറയുന്നത്. അസത്യം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജാഗ്രത ഈ അനുഭവങ്ങൾ അസത്യം എന്ന് പറയുമ്പോൾ ഇത് ശൂന്യമാണ്. ഇത് ഈ പ്രപഞ്ച അനുഭവത്തിൽ അസത്യത്വം, ഇത് അസത്യമാണ് എന്നുള്ള ബോധം വരുമ്പോൾ ഇത് ശൂന്യമായി പോകും. അങ്ങനെയല്ല. ഇത് അസത്യമാണെന്ന് ബോധിച്ച് ഇതിന്റെ ഒരു ശൂന്യത അത് പ്രതീക്ഷിക്കേണ്ടതാണ്. കഴിഞ്ഞ കാരികയിൽ പറഞ്ഞത് വൈനാശികന്മാർ ചിന്തിക്കുന്ന പോലെയല്ല. ഇവിടെ അസത്യം എന്ന് പറഞ്ഞാൽ സർവ്വശൂന്യമല്ല, അങ്ങനെ കരുതണ്ട എന്നാണ്. ശൂന്യത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ ഉറക്കത്തിൽ. അവിടെ ഒരു തരത്തിലുള്ള ശൂന്യതയാണ്. ജാഗ്രതത്തിൽ അതുപോലെയുള്ള ഒരു ശൂന്യത അനുഭവപ്പെടുന്നതല്ല ഇതിന്റെ അസത്യത്വം എന്ന് പറയുന്നത്. ജാഗ്രതത്തിൽ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം ഇല്ലാതായി പോകുന്നതല്ല. അല്ലെങ്കിൽ ഇത് അസത്യമാണെന്ന് ബോധിക്കുമ്പോൾ ഇതില്ലാതായി തീർണമെന്നുമില്ല. ബാഹ്യമായ അനുഭവത്തിൽ വരുന്ന വ്യത്യാസമാണ്. ബാഹ്യമായ അനുഭവങ്ങൾ ഇങ്ങനെ തന്നെ തുടരും. ഇനി അത് ക്ഷണികമെന്നാണോ അതിനെ നിഷേധിച്ചു. ഇത് അസത്യമെന്ന് ഒരാൾക്ക് ബോധ്യപ്പെടുക എന്ന് വെച്ചാൽ ഇത് ക്ഷണികമാണെന്നുള്ള അനുഭവം വരുവാണോ
രജ്ജു സർപ്പത്തിന്റെയും മറ്റും അനുഭവം പോലെ അവിടെ എന്താണ് ക്ഷണം കൊണ്ട് എല്ലാം മാറി മറയുന്നു, സർപ്പം വന്ന് പോയി. അതുപോലെ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഒരു ക്ഷണിക അനുഭവമാണോ? അതുമല്ല. പ്രപഞ്ചം അസത്യമാണെന്ന് ബോധിക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ശൂന്യതയോ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ക്ഷണികതയോ ഇതൊന്നുമല്ല, അതിനൊക്കെ നിഷേധിച്ചു. ഈ അനുഭവം എങ്ങനെയാണോ ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഈ അനുഭവത്തിന് മാറി മറ്റൊരു തരത്തിലുള്ള അനുഭവം ഉണ്ടാകുകയല്ല. അതൊക്കെ ക്ഷണികമായോ ശൂന്യമായോ ഒന്നും ഇത് അനുഭവപ്പെടുന്നതല്ല. പറയുമല്ലോ, ഇത് രജ്ജുവിന്റെ സർപ്പം പോലെയാണ്, രജ്ജുവിൽ കണ്ട സർപ്പം പോലെയാണെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇതും രജ്ജുവിലെ സർപ്പം പോലെ തന്നെ മാഞ്ഞു പോകണം. അങ്ങനെയല്ല. ഈ കൽപ്പന എങ്ങനെയാണോ കൽപ്പിച്ചിരിക്കുന്നത് ആ കൽപ്പനകൾ അങ്ങനെ തന്നെ നിലനിൽക്കും. അതിനെന്തെങ്കിലും മാറ്റം സംഭവിക്കുകയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇതിൽ വന്നിരിക്കുന്ന സത്യത്വ ബുദ്ധി അത് നശിക്കുക. എന്തിനത് നശിക്കണം? അതില്ലാതാകണം. കാരണം പരമാർത്ഥം എന്താണെന്ന് ബോധിക്കണമെങ്കിൽ പരമാർത്ഥം അല്ലാത്തതിനുള്ള പരമാർത്ഥ ബുദ്ധി ഇല്ലാതാകണം. അത് പരമാർത്ഥത്തെ ബോധിച്ചതിന് ശേഷമാണോ ഇല്ലാതാകേണ്ടത്, അതോ ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിച്ചതിന് ശേഷമാണോ പരമാർത്ഥ ബുദ്ധി ഉണ്ടാകുന്നത്? അങ്ങനെ ഈ സംശയം വരാം. പരമാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? തന്റെ സ്വരൂപം. അതാണ് ഇവിടെ പറയുന്നത്. ഈ കൽപ്പനകൾക്കെല്ലാം ആധാരമായിരിക്കുന്ന ദേവൻ, പ്രഭു, തുര്യൻ എന്നെല്ലാം പറഞ്ഞതാണ് പരമാർത്ഥം. ആ പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് അസത്യമാണെന്ന് ബോധിക്കുക. അങ്ങനെയാണോ സംഭവിക്കുന്നത്? അതോ ഇത് അസത്യമാണെന്ന് ബോധിച്ചതിന് ശേഷം തുര്യനെ ബോധിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയുള്ള സംശയത്തിനും ഇവിടെ അർത്ഥമില്ല. എന്തുകൊണ്ട്? പരമാർത്ഥത്തെ ഗ്രഹിക്കുക. ഇവിടെ പറയുന്നു തുര്യാധിഗമം. ആ തുര്യാധിഗമത്തിൽ അപരമാർത്ഥമായി ഒന്നും ശേഷിക്കുന്നില്ല അങ്ങനെ ബോധിക്കാൻ. അസത്യമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല ബോധിക്കാൻ. അവിടെ രണ്ടില്ല. ഒന്നിന്റെ സത്യത്വവും മറ്റൊന്നിന്റെ മിഥ്യാത്വവും അറിയുന്നതിന് വേണ്ടി രണ്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിൽ ഏതാദ്യം സംഭവിക്കുമെന്നുള്ള ചിന്തയ്ക്ക് പ്രസക്തിയുള്ളൂ. അതേതുപോലെ വെളിച്ചം വരികയും അന്ധകാരം നശിക്കുകയും ചെയ്യുന്ന പോലെ ഉള്ളൊരു പ്രക്രിയയാണ്. ഒന്നാദ്യം മറ്റൊന്ന് രണ്ടാമത്. അങ്ങനെയില്ല. അങ്ങനെയില്ലെങ്കിലും പരമാർത്ഥമായ അനുഭവത്തിൽ അങ്ങനെയില്ലെങ്കിലും ഇവിടെ എന്ത് ചെയ്യുന്നു? യുക്തി കൊണ്ട് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ ഉള്ള സത്യത്വ ബുദ്ധിയെ നിരാകരിക്കാൻ ശ്രമിക്കുന്നു. ആ പ്രപഞ്ചത്തെ നിഷേധിക്കുകയല്ല. സാധാരണ അദ്വൈതം മനസ്സിലാക്കാത്തവർ പറയും അദ്വൈതം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ നിഷേധിക്കുകയാണ്. അതിനെ നിഷേധിക്കുകയല്ല, ഇതിൽ വന്നിരിക്കുന്ന ആ സത്യത്വ ബുദ്ധിയെ നിഷേധിക്കുകയാണ്. ആ സത്യത്വ ബുദ്ധി പരമാർത്ഥത്തെ ബോധിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. ഇത് സത്യമാണെന്നുള്ള ബോധം വന്നു. അതിനെക്കുറിച്ച് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള നിരവധി സത്യസങ്കല്പങ്ങൾ വന്നു. അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ വന്നു. ഇതെല്ലാം ആ പരമാർത്ഥത്തെ തുര്യനെ ബോധിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. അപ്പോൾ ഈ തടസ്സത്തെ മാറ്റുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം പരമാർത്ഥത്തെ ബോധിക്കുകയും ചെയ്യുക. യുക്തിയിലൂടെ ബോധിപ്പിക്കുമ്പോൾ എന്താണ്? രണ്ടും ഒരേ കാലം സംഭവിക്കുകയാണ്. ഒന്നിനു ശേഷം മറ്റൊന്നല്ല. യുക്തി ഒന്ന് ബോധിപ്പിക്കുന്നു എന്താണ്? ഇതെല്ലാം ആ പ്രഭുവിന്റെ കൽപ്പനയാണ്, അതുകൊണ്ട് തന്നെ ഇതൊന്നും പരമാർത്ഥമല്ല. ആ കൽപ്പനയ്ക്ക് ആധാരമായിരിക്കുന്നതാണ് പരമാർത്ഥം. ഈ രണ്ട് കാര്യങ്ങളെയും ഒരേ സമയം ഇവിടെ ബോധിപ്പിക്കുക ചെയ്യുന്നു. ആദ്യം ഒന്നിനെ ബോധിപ്പിച്ച് രണ്ടാമത് മറ്റൊന്നിനെ ബോധിപ്പിക്കുകയല്ല. ഇത് ഒരേ സമയം ഒരേ കാലത്തിലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ യുക്തിയെ ഉപയോഗിക്കുന്നത്.
അതുകൊണ്ട് പ്രപഞ്ചം അസത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം ക്ഷണികമാകുകയോ പ്രപഞ്ചം ശൂന്യമാകുകയോ അതൊക്കെ സംഭവിക്കണം. അത് സംഭവിക്കുമ്പോഴാണ് ഇത് അസത്യമാണെന്ന് ബോധിക്കുന്നത് എന്നുള്ള ഭാവനകൾ അസംബന്ധമാണ്. അതൊന്നുമല്ല ഇവിടെ പറയുന്നു. ഇതിൽ സത്യത്വം ആരോപിച്ചതാണ്. എവിടുന്ന് ആരോപിച്ചു? സർപ്പത്തെ നമ്മൾ ആരോപിക്കണമെങ്കിൽ സർപ്പത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു സംസ്കാരം വേണം. കണ്ടോ കേട്ടോ സർപ്പത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. അറിഞ്ഞാലേ സർപ്പത്തെ കണ്ട് ഭയക്കാൻ പറ്റൂ, സർപ്പം ഇല്ലാത്തടത്ത്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ സത്യത്വ ബുദ്ധി വരണമെങ്കിൽ സത്യാനുഭവം ഉണ്ടായിരിക്കും. ആ സത്യാനുഭവം എന്താണ്? തന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന സത്യാനുഭവമാണ്. തന്റെ സ്വരൂപമായിരിക്കുന്ന സത്യാനുഭവം അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തന്റെ സ്വരൂപത്തിൽ നിന്നും മാറ്റി മനസ്സെന്ത് ചെയ്യുന്നു? ഈ പ്രപഞ്ചത്തിലേക്ക് സമർപ്പിക്കുന്നതാണ്. അതാണ് പ്രപഞ്ചത്തിൽ വരുന്ന സത്യാനുഭവം എന്ന് പറയുന്നത്. തല തിരിഞ്ഞുപോയി, മനസ്സ് തിരിഞ്ഞുപോയി. തന്നിലിരിക്കേണ്ട ആ സത്യാനുഭവത്തെ പ്രപഞ്ചത്തിലേക്ക് വച്ചു. ഇതിനെ തിരിച്ചാക്കാനാണ് ശ്രമിക്കുന്നത്. മറിച്ച് പ്രപഞ്ചത്തെ ഇല്ലാതാക്കാനോ ശൂന്യമാക്കാനോ ക്ഷണികമാക്കാനോ അല്ല. അതാണ് ഇവിടെ ഭാഷ്യകാരൻ പലപ്പോഴും അതിനെയൊക്കെ നിഷേധിക്കുന്നത്. തന്നിൽ തന്നെ ഇരുന്ന ആ സത്യാനുഭവം തന്റെ കൈവിട്ടുപോയി. അത് പ്രപഞ്ചത്തിലേക്ക് വന്നു. അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. ഇനി അടുത്ത് പറയും പലതരത്തിലുള്ള സത്യാനുഭവം. ഓരോ ജീവനും ഓരോ തരത്തിലുള്ള സത്യാനുഭവങ്ങളാണ്. ഓരോ ജീവനും ഓരോ പ്രപഞ്ചമാണ്. ഓരോ പ്രപഞ്ചത്തിലും ഓരോരുത്തർക്കും പല പല സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പങ്ങളിലെല്ലാം പല പല സത്യാനുഭവങ്ങളാണ്. ഇതെല്ലാം വാസ്തവത്തിൽ തന്റെ തന്നെ സ്വരൂപ പ്രകാശനമാണ്. മനസ്സതിനെ പ്രപഞ്ചത്തിലേക്ക് വെച്ചു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അവിടെയെല്ലാം എന്താണ് ചെയ്യുന്നത്? ഈ സത്യം സ്വയം പ്രകാശിക്കാൻ ശ്രമിക്കുകയാണ് മനസ്സിലൂടെ. മറ്റൊന്നിനെ അപേക്ഷിക്കാതെ സത്യം സ്വയം പ്രകാശിക്കുകയാണ്. പക്ഷേ ആ പ്രകാശത്തെ പ്രപഞ്ചത്തിലൂടെ അനുഭവപ്പെടുന്നു. അപ്പോൾ പ്രപഞ്ചമാണ് സത്യമെന്ന് അനുഭവപ്പെട്ടു പോകും. അത് ശരിയല്ല എന്ന് യുക്തി കൊണ്ട് ബുദ്ധിയെ ബോധ്യപ്പെടുത്തുകയാണ്. ബോധ്യപ്പെടുമ്പോൾ എന്ത് വരുന്നു? മനസ്സ് ക്രമേണ അന്തർമുഖമാകുന്നു. ബഹിർമുഖമായിരിക്കുന്ന മനസ്സ് അന്തർമുഖമായി ആ സത്യത്തിന്റെ ഉറവിടത്തിലെത്തിച്ചേരുന്ന മനസ്സ്. യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ഈ സത്യസ്ഫുരണം വരുന്നതെന്ന് അത് കണ്ടുപിടിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ അഭ്യാസം, ഈ ചിന്ത, ഈ മനനം. അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ മനനം വരുമ്പോൾ അതിന് പല ചോദ്യങ്ങളും വരും. എന്താണ് ഇവിടെ ജീവന് പ്രധാനമായിട്ട് 3 അവസ്ഥകളാണുള്ളത്. സൃഷ്ടിയിൽ തന്നെ ഉള്ളതാണ്. പറഞ്ഞല്ലോ, അന്തര്യാമിയുടെ ചിത്തസ്പന്ദനം. അതുകൊണ്ടാണ് ഈ 3 അവസ്ഥ വന്നത്. അത് സംഭവിച്ചു. പ്രപഞ്ചാനുഭവവും പ്രപഞ്ചത്തിലുള്ള സത്യാനുഭവം എല്ലാം സംഭവിച്ചു പോയി. അങ്ങനെ സംഭവിച്ചിരിക്കെ തന്നെ അതിനെന്താണ് കാരണം അന്വേഷിക്കുന്നു വ്യർത്ഥമാണ്. എന്തുകൊണ്ട്? കാരണത്തെ പറയുന്നു മായയെന്നാണ്. മായയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം വഴിമുട്ടിപ്പോകുന്ന അന്വേഷണങ്ങളാണ്. അത് സംഭവിച്ചിരിക്കുന്നു. പക്ഷെ ആ വന്നിരിക്കുന്ന അനുഭവം വിപരീത അനുഭവം. എവിടെയാണോ സത്യം പ്രകാശിക്കേണ്ടത് വിപരീതമായി സത്യാനുഭവം വരുന്നു. ഇതാണ് വിപരീതാനുഭവം. സ്വസ്വരൂപത്തിൽ സത്യം പ്രകാശിക്കേണ്ടത് പ്രപഞ്ചത്തിൽ പ്രകാശിക്കുന്നു. ഇതാണ് വിപരീതാനുഭവം. ഈ വിപരീതാനുഭവത്തെ മാറ്റുന്നതിന് ഈ സൃഷ്ടി തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ 3 അവസ്ഥകൾ: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. സൃഷ്ടി തന്നെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ്? അദ്വയം, അദ്വൈതം, പരമാർത്ഥം. ആ പരമാർത്ഥത്തിന് ദൃഷ്ടാന്തമാണ് സുഷുപ്തി. അവിടെ അദ്വൈതം ഉണ്ട്. അതുകൊണ്ടാണ് സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അത് ഈ അന്തര്യാമി തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്.
അടുത്ത് പറയുന്നതാണ് ജീവൻ കൽപ്പയതേ പൂർവം. ആദ്യം ജീവനെ കൽപ്പിക്കുന്നു, പിന്നെ ജീവന്റെ കൽപ്പനകൾ. ജീവകൽപ്പന എന്ന് പറയുമ്പോൾ അത് പ്രപഞ്ചകൽപ്പനയാണ്. ആ പ്രപഞ്ചകൽപ്പനയിൽ പിന്നെ ജീവനെ കൽപ്പിക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അവിടെ ജീവൻ നാനാത്വത്തെ കൽപ്പിക്കുന്നു, പലതും അവനായി കൽപ്പിക്കുന്നു. പരമാർത്ഥം എന്താണ്? അദ്വൈതമാണ്. അദ്വൈതത്തെ അവനെങ്ങനെ ബോധിക്കും? അതിനാണ് സുഷുപ്തി. സുഷുപ്തിയെ കുറിച്ചുകൂടെ പറഞ്ഞ എന്താണ്? അത് അദ്വൈതമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ സുഷുപ്തിയെക്കുറിച്ച് സങ്കല്പിച്ചാൽ അദ്വൈതം എന്താണെന്ന് മനസ്സിലാകും. മനസ്സിലാക്കാനുള്ള ഒരു ഉപായമാണ് ദൃഷ്ടാന്തം മാത്രം. അതല്ല പരമാർത്ഥം, അത് ദൃഷ്ടാന്തമാണ്. പക്ഷെ അദ്വൈതം മനസ്സിലാക്കിയാലും ഉണർന്നു വരുമ്പോഴോ വീണ്ടും ദ്വൈതം തന്നെ പിടികൂടും. വീണ്ടും പ്രപഞ്ചമാണ് സത്യമാണെന്നുള്ള ബോധം വരും. അത് സത്യമല്ല എന്ന് ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വപ്നാനുഭവം, സ്വപ്നാവസ്ഥ വച്ചിരിക്കുന്നത്. സ്വപ്നം എന്ന് പറയുന്ന ഒരവസ്ഥ ഉള്ളതുകൊണ്ടാണ് മനനം ചെയ്യുന്ന ഒരുവന് ബോധ്യപ്പെടുന്നത് എന്താണ്? അതുപോലെ ഇതും അസത്യാനുഭവമാകാം. യുക്തി എന്ന് പറയുന്നത് എപ്പോഴും ദൃഷ്ടാന്തത്തെ ആശ്രയിച്ചേ നിൽക്കും. യുക്തിചിന്തയ്ക്ക് ഉദാഹരണം വേണം. താർക്കികന്മാരുടെ പ്രധാനമായൊരു നിയമമാണ് പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപനയൻ, നിഗമനം. ഉദാഹരണം അവർക്ക് മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉദാഹരണം കൂടാതെ നമുക്ക് ഒരു ദൃഷ്ടാന്തമില്ലാതെ നമുക്ക് യുക്തിചിന്ത ചെയ്യാൻ പറ്റത്തില്ല. പ്രപഞ്ചത്തിലുള്ള ഈ സത്യാനുഭവം അസത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നതിനുള്ള ദൃഷ്ടാന്തമാണ് സ്വപ്നം. ആ ദൃഷ്ടാന്തത്തെ അവലംബിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും പ്രധാനമായിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്, ദൃഷ്ടാന്തത്തിന് വേണ്ടിയിട്ടാണ് സ്വപ്നാനുഭവത്തെ വച്ചിരിക്കുന്നത്. ഈ സൃഷ്ടിയിൽ, ജീവസൃഷ്ടിയിൽ സുഷുപ്തി സ്വപ്നവും വച്ചിരിക്കുന്നു. ജാഗ്രത ഈ രണ്ട് ദൃഷ്ടാന്തത്തിന്റെയും സഹായത്തോടുകൂടി മനനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജാഗ്രത. അതുകൊണ്ട് ജാഗ്രതത്തിൽ മനനം ചെയ്യുന്നു. സുഷുപ്തിയിലൂടെ അദ്വൈതത്തെ ബോധിക്കുന്നു. അതിന് സുഷുപ്തിയെക്കുറിച്ച് പറയുമ്പോൾ ശാന്തം ശിവം, തുര്യനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയും. അദ്വൈതത്തെ ബോധിക്കുന്നു. സ്വപ്നത്തിലൂടെ എന്ത് ചെയ്യുന്നു? പ്രപഞ്ചത്തിലുള്ള അസത്യത്വത്തെ ബോധിക്കുന്നു. ഇത് രണ്ടും ബോധിക്കുന്ന ഇവിടെ ജാഗ്രത. ഈ മൂന്നവസ്ഥകളും ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത് ഈ സത്യത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ യുക്തി ആശ്രയിക്കുമ്പോൾ അവിടെ പല ചോദ്യങ്ങളും വരും. കാരണം സ്വപ്നം അത് അസത്യമാണ് എന്ന അനുഭവമാണെങ്കിലും ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ, ജാഗ്രതമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് പല വ്യത്യാസങ്ങൾ അനുഭവപ്പെടും. അസത്യം എന്നുള്ളതിലല്ല, അനുഭവങ്ങളിൽ, ജാഗ്രത അനുഭവത്തിനും സ്വപ്നാനുഭവത്തിനും. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത്. എന്താണ്? സ്വപ്നം ക്ഷണികമാണല്ലോ നമ്മൾ പറയും. എത്ര കാലമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ വയ്യാത്ത രീതിയിൽ ഒരു ക്ഷണം കൊണ്ട് അത് മറഞ്ഞു പോയതായിട്ടാണ് അനുഭവം. ജാഗ്രത അങ്ങനെയല്ല. അതിൽ ഇന്നലെ, ഇന്ന്, നാളെ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അതിന്റെ സമാധാനം സ്വപ്നത്തിനും ഇത് തന്നെയെന്ന് പറയും. ഒടുവിൽ ഭാഷ്യകാരനും പറയും, നിങ്ങൾ എന്ത് ആക്ഷേപങ്ങൾ ഈ യുക്തിക്ക് പറയുന്നോ അതിനെല്ലാം സമാധാനം സ്വപ്നത്തിലുണ്ട്. സ്വപ്നത്തിൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഇന്ന് അനുഭവപ്പെടുന്നത് ഇന്ന്, ഇന്നലെ, നാളെ എന്നുള്ള ഈ അനുഭവം സ്വപ്നത്തിന് അനുഭവപ്പെടാം. ഇത് ജാഗ്രതത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൽ കഴമ്പില്ല. ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഒരു തുടർച്ച, ഈ തുടർച്ചയുള്ളതുകൊണ്ട് സത്യമാണെന്നാണ്. ജനനം മുതൽ മരണം വരെയുള്ള ഒരു നീണ്ടകാലം ഒരാൾക്ക് അനുഭവമുണ്ട്. സ്വന്തം ചരിത്രം, മറ്റുള്ളവരുടെ ചരിത്രം, ചരിത്രം, ചരിത്രാതീതം, ഭൂതം, വർത്തമാനം, ഭാവി, നീണ്ട ഒരു കാലം. ഈ ഒരു കാലം ഇവിടെ ഉള്ളപ്പോൾ ഇത് സ്വപ്നം പോലെ എങ്ങനെ പറയാൻ പറ്റും? ജാഗ്രതത്തിലിരുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ സ്വപ്നം കാണുന്ന ഒരുവനും ഇത് അനുഭവിച്ചുകൂടാകുന്നില്ല. സ്വപ്നത്തിനും ഒരാൾക്ക് തന്റെ ബാല്യം, യൗവനം, വാർദ്ധക്യം, മരണം വരെയെല്ലാം അയാൾക്ക് അനുഭവപ്പെടാം.
പൂർവ്വകാലങ്ങൾ, ചരിത്രവും ചരിത്രാതീതവും ഭാവിയും എല്ലാം സ്വപ്നത്തിൽ ഒരാൾക്ക് അനുഭവപ്പെടാം. ഉണരുന്നത് വരെ അതെല്ലാം ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ള ദീർഘമായ കാലമായിരിക്കും. ഉണർന്നു കഴിയുമ്പോഴാണ് അതൊക്കെ ക്ഷണികമായി പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇത് അനുഭവപ്പെടുന്നത് കൊണ്ട് ഇത് സത്യം, സ്വപ്നത്തിൽ അനുഭവപ്പെടാത്തതുകൊണ്ട് അത് അസത്യം എന്നല്ല ഇവിടെ പറയുന്നു. ഇവിടെ എന്തനുഭവപ്പെടുന്നോ ഈ കാലദൈർഘ്യം അത് സ്വപ്നത്തിനും അനുഭവപ്പെടാം. അപ്പോൾ സ്വപ്നത്തിൽ കാലദൈർഘ്യം അനുഭവപ്പെട്ടിട്ടും അത് അസത്യമെന്ന് ബോധിക്കാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കാലദൈർഘ്യം അനുഭവപ്പെട്ടാലും ഇത് അസത്യമാണെന്ന് ബോധിക്കാം. അതുകൊണ്ട് കാലദൈർഘ്യം അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ സ്ഥായിത്വം അനുഭവപ്പെടുന്നു, അതുകൊണ്ട് അത് സത്യമായിക്കൊള്ളണം എന്ന് പറയുന്നതിൽ യുക്തിയില്ല എന്നാണ്. പദാർത്ഥങ്ങളുടെ സ്ഥായിത്വം എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്നലെ നിന്ന വസ്തു തന്നെ ഇന്നും കാണും, നാളെയും കാണും. ഇതിവിടെ അനുഭവപ്പെടുന്നു, അതുകൊണ്ട് ഇത് സത്യമെന്ന് പറഞ്ഞാൽ സ്വപ്നത്തിലും അത് തന്നെ അനുഭവപ്പെടാം. സ്വപ്നത്തിലും ഇന്നലെ, ഇന്നും, നാളെയും വരാം. ഇന്നലെ കണ്ടത് ഇന്ന് നിൽക്കാം, ഇന്ന് നിൽക്കുന്നത് നാളെയും നിൽക്കാം. ഇതൊക്കെ സ്വപ്നത്തിൽ സംഭവിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അത് അസത്യമാണെന്ന് ബോധ്യപ്പെടാമെങ്കിൽ ഇത് ചിന്തിക്കുന്ന ഒരുവന് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഇത് അസത്യമാണെന്ന് ബോധിക്കാം. അതാണ് ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ചിത്തകൽപ്പിതമാണ് സർവവും എന്നുള്ളതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അത് തന്നെ പരമാർത്ഥം. യസ്മാ ചിത്തപരികൽപ്പിതൈ മനോരഥാദിലക്ഷണൈ ചിത്തപരിച്ഛേദ്യൈ വൈലക്ഷണ്യം ബാഹ്യാനാം അന്യോന്യപരിച്ഛേദ്യത്വമിതി സാനയുക്ത ആശങ്ക. ബാഹ്യാനാം അന്യോന്യപരിച്ഛേദ്യത്വം, അതാണ് പറയുന്നത്. അന്യോന്യപരിച്ഛേദ്യത്വം എന്ന് പറയുന്നത് എന്താണ്? ഈ ബാഹ്യമായി കാണുന്ന വസ്തുക്കൾ അന്യ കാലങ്ങളിൽ നിൽക്കുന്നു. വസ്തുക്കളെ കാലം പരിച്ഛേദിക്കുന്നു എന്ന് പറയുന്നതാണ്. അന്യോന്യ പരിച്ഛേദം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാലത്ത് നിൽക്കുന്ന വസ്തു വേറൊരു കാലത്ത് നിൽക്കുക, ഇന്നലെ നിന്ന് ഇന്ന് നിൽക്കുക. ഇതിങ്ങനെ ദീർഘമായി പോയിക്കൊണ്ടേയിരിക്കുന്നു. ബാഹ്യമായ അനുഭവത്തിൽ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ ഇവിടെ ഇതിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ കണ്ടത് ഇന്നും കാണുന്നു, നാളെയും കാണുന്നു. ഇതാണ് ബാഹ്യ അന്യോന്യ പരിച്ഛേദം എന്ന് പറയുന്നത്. പക്ഷെ തന്റെ അന്തരംഗത്തിൽ, തന്റെ മനോരഥത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതങ്ങനെ നിൽക്കുന്നില്ല. ഭാവനയിൽ പലതും കാണുന്നു. ഭാവനയിൽ കാണുന്നതെല്ലാം എന്ത് ചെയ്യുന്നു? ആ ക്ഷണത്തേക്ക് അടുത്ത ക്ഷണം അത് നഷ്ടപ്പെട്ടു പോകുന്നു. അവിടെ കാലം കൊണ്ട് അന്യാന്യ കാലങ്ങളുടെ പരിച്ഛേദമില്ല. നമ്മുടെ ഭാവന നഷ്ടപ്പെട്ട അപ്പം നഷ്ടപ്പെടും. മനോരഥത്തിൽ കാണുന്നത് അത് ഇന്നലെ ഇന്നും നാളെയല്ല. ഇന്നലെ വേറെ മനോരഥം, ഇന്ന് വേറെ മനോരഥം, നാളെ വേറെ മനോരഥം, അങ്ങനെ പോകും. അപ്പൊ ആന്തരികമായി ഉള്ള ഈ ക്ഷണികത അതൊന്ന്, ബാഹ്യമായി കാണുന്ന സ്ഥായിത്വം ഒന്ന്. എല്ലാ വസ്തുക്കളും നമുക്കങ്ങനെ അസത്യമായി നമുക്കിവിടെ അനുഭവപ്പെടുന്നില്ല. ഇവിടുത്തെ യുക്തി ഇതാണ്. ഉണർന്നിരുന്ന് കാര്യങ്ങളെ കാണുമ്പോൾ ഉള്ളിൽ എനിക്കുണ്ടായ മനോരഥങ്ങളെല്ലാം എനിക്ക് അസത്യമാണെന്ന് പറയാം. കാരണം അതങ്ങ് നശിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങളെ ഭാവനയിൽ കണ്ടു, സ്വപ്നം കണ്ടു, ഉണർന്നിരുന്നു. അതെല്ലാം നശിച്ചു പോകുന്നു. അതുകൊണ്ട് അതെല്ലാം അസത്യം എന്ന് പറയാം. പക്ഷെ ബാഹ്യമായി കാണുന്നത് അതെങ്ങനെ അസത്യമാകും? ഭിന്ന ഭിന്ന കാലങ്ങളിൽ നിൽക്കുകയാണല്ലോ. കാലത്തിന്റെ തുടർച്ച ഇതിനുണ്ടല്ലോ. ഇതെങ്ങനെ അസത്യമാകുമെന്നാണ്. ഇതിനെ അംഗീകരിക്കുന്നു. ആദ്യം ഇതിനെ അംഗീകരിക്കണം. എന്താണ്? നമ്മുടെ അനുഭവം രണ്ടു തരത്തിലുണ്ട്. ഒന്നെന്താണ്? ഉള്ളിൽ ക്ഷണികമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക എന്നവ ഒന്ന്, ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന്. അത് അസത്യമാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. നമ്മൾ ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ, മനോരഥത്തിൽ കാണുന്ന കാര്യങ്ങൾ, അതൊക്കെ അസത്യമാണ്, ബോധ്യപ്പെട്ടു. പക്ഷെ പുറമെ തുടർച്ചയായി കാണുന്ന അസത്യമാണെന്ന് ബോധ്യപ്പെടുന്നില്ല. പക്ഷെ അത് തുടർച്ചയായി കാണുന്നുണ്ട്. അപ്പൊ അനുഭവങ്ങൾ രണ്ടു തരത്തിൽ. ഒന്ന് ക്ഷണികമായ അനുഭവങ്ങൾ, മറ്റൊന്ന് സ്ഥായിയായ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾ ഇങ്ങനെ നിലനിൽക്കെ തന്നെ ഈ രണ്ടനുഭവങ്ങളിലും ഉള്ള സത്യത്വ ബുദ്ധി ശരിയല്ല എന്നാണ് പറയുന്നത്.
നമ്മുടെ ക്ഷണികമായ ആന്തരികമായ അനുഭവങ്ങളിലുള്ള സത്യത്തെ ബുദ്ധി ശരിയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും. കാരണം ഞാനിവിടെ ഇരുന്നു കൊണ്ട് ഭാവന ചെയ്യുകയാണ് ഹിമാലയം, അവിടുത്തെ ജീവിതം, അവിടുത്തെ യാത്ര ഒക്കെ ഭാവന ചെയ്യുന്നു. എന്റെ മനസ്സിലെ ആ വൃത്തി നശിക്കുമ്പോൾ അതെല്ലാം പോയി. അതുകൊണ്ട് എന്റെ ഭാവനയിൽ ഞാൻ കണ്ട ഹിമാലയമെല്ലാം അസത്യമാണെന്ന് ബോധിക്കുന്നതിന് എനിക്കൊരു തടസ്സമില്ല. പക്ഷെ ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. വാസ്തവത്തിൽ ഞാൻ പറയുന്നു അവിടെ ഒരു ഹിമാലയമുണ്ട്, അവിടെ ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്, ഇനിയും പോകും. ഇനി ചെന്നാലും എനിക്ക് താമസിക്കാനായി ഹിമാലയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഈ ആന്തരികമായ എന്റെ ഭാവനയിൽ കണ്ട ഹിമാലയം പോലെ അസത്യമാണെന്നെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ആ വ്യത്യാസം അവിടെയുണ്ടല്ലോ. ഒന്ന് സത്യമാണെന്നും മറ്റൊന്ന് അസത്യമാണെന്നുള്ള ബോധം എന്റെ ഉള്ളിൽ നിലനിൽക്കുന്നു. ഇത് രണ്ടും ഒരുപോലെ എങ്ങനെ അസത്യമാകുമെന്നാണ് ഇവിടുത്തെ ചോദ്യം. ചിത്തകാലാഹി അന്തസ്തു ചിത്തപരിച്ഛേദ്യ. ഒന്ന് ചിത്തം കൊണ്ട് പരിച്ഛേദിക്കപ്പെടുന്നതാണ്. ഏത്? ഉള്ളിൽ ഞാൻ ഭാവനയിൽ കാണുന്ന, എന്റെ മനോരഥത്തിൽ ഞാൻ കാണുന്ന ഹിമാലയം എന്ന് പറയുന്നത് ചിത്തപരിച്ഛേദ്യമാണ്. എന്ന് വെച്ചാൽ ചിത്തകാലത്തിലേ അതുള്ളൂ. ഞാൻ ഭാവന ചെയ്യുമ്പോഴേ അതവിടെ ഉള്ളൂ. നാന്യ ചിത്തകാലം വ്യതിരേകേണ പരിച്ഛേദകാലോ യേശാന്തേ ചിത്തകാലാഹ. ഈ ഉള്ളിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ചിത്തകാലത്തിലേ അതിന് നിലനിൽക്കുന്നുള്ളൂ. മനസ്സ് ഏത് കാലത്തിലുണ്ടോ അവിടെ ഹിമാലയവും ഉണ്ട്. എന്റെ ഭാവന എപ്പോ ഉണ്ടോ അവിടെ ഹിമാലയവും ഉണ്ട്. എന്റെ ഭാവന നശിച്ചോ അവിടെ ഹിമാലയവും പോയി. ഇതുപോലെ തന്നെയാണ് രജ്ജുസർപ്പവും മറ്റും. ഭ്രമങ്ങളെല്ലാം ഇതുപോലെ. എന്റെ മനസ്സിൽ എപ്പോഴാണോ ആ സർപ്പഭാവന വന്നത്, ഇപ്പോൾ സർപ്പമുണ്ടായി. ഏത് നിമിഷമാണോ എന്റെ ആ ഭാവന പോയത്, ആ ചിത്തം നശിച്ചത്, അപ്പോൾ സർപ്പവും പോയി. അത് ചിത്തകാലത്തിലേ ഉള്ളൂ. അത് അസത്യമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കൽപ്പനാകാലയേവ ഉപലഭ്യന്തേ. അതിന്റെ പ്രത്യേകത എന്താണ്? ആ കൽപ്പനാകാലത്തിലെ ആ വസ്തുക്കൾ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് അസത്യമാണ്. ദ്വയകാലശ്ച ഭേദകാല അന്യോന്യ പരിച്ഛേദ്യ. പക്ഷെ ബാഹ്യമായ വിഷയങ്ങൾ അങ്ങനെയല്ല. ദ്വയകാലമാണ്. പക്ഷെ ഒന്നിൽ കൂടുതൽ കാലങ്ങളിൽ നിലനിൽക്കുന്നു. ചിത്തകാലത്തിൽ മാത്രമല്ല നിലനിൽക്കുന്നു. അപ്പം ഞാൻ ഹിമാലയത്തെക്കുറിച്ച് ഭാവന ചെയ്യുന്നു. ഭാവന ചെയ്യാത്തപ്പോഴും ഹിമാലയം അവിടെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ മറ്റു ഭാവനകളിലായിരിക്കുന്നു. ഹിമാലയ ഭാവന എന്റെ മനസ്സിലുണ്ട്, പക്ഷെ ഹിമാലയം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ദ്വയകാലം വന്നല്ലോ. ഇന്നലെയും ഇന്നും നാളെയും അതവിടെ നിലനിൽക്കുന്നു. ഇത് രണ്ടും ഒരുപോലെ അസത്യമെന്ന് എങ്ങനെ പറയുമെന്നാണ് നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ചോദ്യത്തെ തന്നെ വിശദീകരിക്കുന്നു നിങ്ങൾ. ഭേദകാലാഹ അന്യോന്യ പരിച്ഛേദ്യ. യഥാ കാലത്തിന്റെ നൈരന്തര്യം അല്ലെങ്കിൽ കാലത്തിന്റെ ദൈർഘ്യം, ഇതിനെ ആശ്രയിച്ചാണ് ഇവിടെ ഈ വസ്തുക്കളെല്ലാം നിലനിൽക്കുന്നത്. ബാഹ്യമായ വസ്തുക്കൾ, കർമ്മങ്ങൾ ഇതിനെ ആശ്രയിച്ച്. അതിനുദാഹരണം പറയുന്നത് യഥാ ആ ഗോദോഹനം ആസ്തേ യാവതാസ്തേ താവത് ഗാം ദോഗ്ധി യാവത് ഗാം ദോഗ്ധി താവതാസ്തേ. ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ബാഹ്യ അനുഭവത്തിൽ വരുന്ന ആ നൈരന്തര്യം, ആ നൈരന്തര്യം എങ്ങനെയാണ് ബാഹ്യമായ പ്രപഞ്ചത്തിലുള്ള സത്യബോധത്തെ നിലനിർത്തുന്നതെന്ന് ഇവിടെ പറയുകയാണ്. ഒരു ഉദാഹരണം പറയുന്നു. ആ ഗോദോഹനം ആസ്തേ. ഒരാൾ പശുവിനെ കറക്കുന്നു എന്ന് വിചാരിക്കുക, വേറൊരാൾ പാല് വാങ്ങാൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പശുവിനെ കറന്നു തീരുന്നത് വരെ അയാൾ അവിടെ കാത്തിരിക്കുകയാണ്. പശുവിനെ കറക്കുക എന്ന് പറയുന്നത് ഒരു ദീർഘമായ സമയം കൊണ്ട് പൂർത്തിയാകുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഒരു ക്ഷണം, 2 ക്ഷണം, 3 ക്ഷണം, ഇങ്ങനെ കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യുന്നു? അവിടെ ഒരു പ്രവൃത്തിയും നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയം മുഴുവൻ എന്ത് ചെയ്യുന്നു? അതിന് സാക്ഷിയായി മറ്റൊരുവനും നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവൻ തന്നെ അതിന് സാക്ഷിയായി അവിടെ ഇരിക്കുന്നു. അവിടെയൊക്കെ എന്താണ്? കാലത്തിന്റെ നൈരന്തര്യത്തിൽ വസ്തു നിലനിൽക്കുന്നു, കർമ്മം നിലനിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മളതിന് സത്യം എന്ന് പറയുന്നത്. ഇതൊന്നും ക്ഷണികമല്ലല്ലോ, രജ്ജുസർപ്പം പോലെ അല്ലല്ലോ.
കാലം, കർമ്മം, വസ്തു ഇവയുടെ പരസ്പര ബന്ധത്തെ കാണിക്കുകയാണ്. ശരിക്കും അവിടെ എന്താണ്? ആ കാലത്തിന്റെ നൈരന്തര്യമാണ് നമുക്കവിടെ ആ കാലത്തിലും ആ കർമ്മത്തിലും ആ വസ്തുക്കളിലുമെല്ലാം സത്യബോധത്തെ ഉണ്ടാക്കിത്തരുന്നു. അത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇത് ക്ഷണികമായ രജ്ജുസർപ്പം പോലെയാണ്. അതെങ്ങനെയാണ് ഉണ്ടായത്? ഒരു ക്ഷണത്തിലുണ്ടായി, ഏതോ ഒരു ക്ഷണത്തിൽ അതുണ്ടായി, ഏതോ ഒരു ക്ഷണത്തിൽ മറഞ്ഞുപോയി. ആ ക്ഷണത്തിൽ പലതും സംഭവിച്ചിരിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അത് ആ ക്ഷണത്തിൽ സംഭവിച്ചുകൊണ്ട് നമുക്കത് അസത്യമെന്ന് മനസ്സിലാക്കാം. സ്വപ്നത്തെക്കുറിച്ച് വളർന്ന് ചിന്തിക്കുമ്പോഴും അത് തന്നെ. നമ്മൾ പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ സ്വപ്നങ്ങളും. പക്ഷെ ഉണർന്നു കഴിയുമ്പോൾ അനുഭവം എന്താണ്? ഏതോ ഒരു സമയം അതുണ്ടായി നശിച്ചു, ഒരു ക്ഷണത്തിലെല്ലാം കഴിഞ്ഞു എന്നാണ്. അതെല്ലാം ചിത്തകാലത്തിലേ നിലനിന്നുള്ളൂ. എപ്പോഴാണോ ചിത്തം ചരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സ്വപ്നവും ഉണ്ടായത്. എപ്പോഴാണോ ചിത്തം അടങ്ങിയത് സ്വപ്നവും തീർന്നു. അതുപോലെയാണോ ഇത്? ഇവിടെ എന്ത് പറയുന്നു? ആ ദോഹനകാലം ആസ്തേ. അവിടെ ഒരു സമയം വേണ്ടി വരുന്ന ഒരു കർമ്മത്തിന്. അതിനൊരു ഉദാഹരണം പറഞ്ഞാണ്. യാവദാസ്തേ താവത് ഗാം ദോഗ്ധി, യാവത് ഗാം ദോഗ്ധി താവദാസ്തി. എത്ര സമയം അവിടെ പ്രവൃത്തി നടക്കുന്നോ അത്രയും സമയം അവിടെ വ്യക്തിയുണ്ട്. എത്ര കാലം ആ വ്യക്തി അവിടെയുണ്ടോ അതുവരെ ആ പ്രവൃത്തിയിൽ നടക്കുന്നു. ഇതിനെല്ലാം ആധാരമായിട്ട് കാലവും നിൽക്കുന്നു. അപ്പോൾ ഈ കാലത്തിന്റെ നൈരന്തര്യത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തിയുടെയും വസ്തുവിന്റെയും സ്ഥായിത്വത്തെ എങ്ങനെ ക്ഷണികമാണെന്ന് ബോധിക്കും, എങ്ങനെ അസത്യമാണെന്ന് ബോധിക്കും എന്നുള്ളതാണ്. താവാൻ അയം ഏതാവാൻ സ ഇതി പരസ്പര പരിച്ഛേദ്യ പരിച്ഛേദകത്വം ബാഹ്യാനാം ഭേദാനാം തേദ്വകാല. പിന്നെ പ്രത്യഭിജ്ഞ എന്ന് പറയുന്നു. എന്താണ്? ഇവൻ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നു, ഇത്രയും കാലം ഇവൻ ഇവിടെ നിലനിൽക്കുന്നു, അവൻ തന്നെയാണ് ഇവൻ എന്നിങ്ങനെ കാലവുമായി ബന്ധപ്പെടുത്തി, കാലത്തിന്റെ ദൈർഘ്യവുമായി ബന്ധപ്പെടുത്തി വസ്തുവിലും നൈരന്തര്യ ബോധം വരുന്നു. ആ നൈരന്തര്യ ബോധം വസ്തു സത്യമാണെന്നും ബോധിപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വസ്തുവിനെ അസത്യമെന്നും സത്യമെന്നും ബോധിക്കുന്നത്. സ്വപ്നം അസത്യമായി. എന്തുകൊണ്ട്? അവിടെ ഈ നൈരന്തര്യ ബോധം ഉണരുമ്പോൾ കിട്ടുന്നില്ല. സ്വപ്നം കണ്ടിരുന്നപ്പോൾ അതുണ്ടായിരിക്കാം, പക്ഷെ ഉണരുമ്പോൾ അത് കിട്ടുന്നില്ല. ഉണർന്നു കാണുന്ന വസ്തുക്കളിലെല്ലാം ഈ നൈരന്തര്യ ബോധം കാണുന്നുമുണ്ട്. അതുകൊണ്ട് എന്താണ്? പരസ്പര പരിച്ഛേദ്യ പരിച്ഛേദകത്വം ബാഹ്യാനാം ഭേദാനാം. ബാഹ്യമായ വസ്തുക്കൾക്കെല്ലാം ഭിന്ന ഭിന്ന കാലങ്ങളിൽ ഒരേ വസ്തു സ്ഥിതി ചെയ്യുക എന്ന് പറയുന്ന ഒന്നുണ്ട്. അതുകൊണ്ടത് സത്യബോധം വരുന്നു. തേ ദ്വയകാലാഹ അന്തഃചിത്തകാല ബാഹ്യാശ്ച ദ്വയകാല. അതുകൊണ്ട് ഇങ്ങനെ തീരുമാനിക്കുക. എന്താണോ ഉള്ളിൽ ഉള്ള വസ്തുക്കൾ ചിത്തകാലത്തിലേ ഉള്ളൂ. മനസ്സിൽ സങ്കല്പമുണ്ടോ അതുവരെ വസ്തുവുള്ളൂ. ഏതുവരെയുണ്ടോ അതുവരെ വസ്തുവുള്ളൂ. അതുകൊണ്ട് അതെല്ലാം അസത്യം തന്നെ ബോധിക്കും. ബാഹ്യമായി അങ്ങനെയല്ല. അവിടെ ദ്വയകാലമാണെന്ന് വെച്ചാൽ അനേക കാലങ്ങളിൽ അനേക ക്ഷണങ്ങളിൽ അത് നൈരന്തര്യമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് അത് അസത്യം എന്ന് പറയുമ്പോൾ അതിലെ അസത്യത്വം ബോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതുപോലെ നമ്മൾക്ക് അനായാസമായി പറയാൻ സ്വപ്നം അസത്യമാണ്, അതുപോലെ അനായാസമായി നമുക്ക് പറയാൻ കഴിയുന്നില്ല ഈ ജാഗ്രതം അസത്യമാണെന്ന്. അതാണ് ഇവിടെ പറയുന്നത്. കൽപ്പിതായേവ തേ സർവേ. അതിന് സമാധാനം പറയുന്നു. ഇത്തരം അനുഭവങ്ങൾ, വിഭിന്ന രീതിയിലുള്ള അനുഭവങ്ങളുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ ഈ രണ്ട് അനുഭവങ്ങൾക്കും ഒരു പൊതു സ്വഭാവം ഉണ്ടെന്നാണ് നേരത്തെ പറഞ്ഞു. സ്വപ്നം കാണുന്നവൻ, സ്വപ്നദ്രഷ്ടാവ്, അവൻ ഗ്രഹിക്കുന്നതാണ് സ്വപ്നത്തിലെ സർവവും. സ്വപ്നത്തിനും അനുഭവപ്പെടാമല്ലോ. ഇന്നലെ, ഇന്ന്, നാളെ സ്ഥായിയായ വസ്തുക്കൾ,
നിരന്തരമായ പ്രവൃത്തി, അതിൽ വരുന്ന നിരന്തരമായ കാലബോധം, അതുകൊണ്ട് അതിൽ വരുന്ന സത്യത്വബോധം, അത് തന്നെയാണ് സ്വപ്നത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് സ്വപ്നമായിട്ട് അനുഭവപ്പെടാത്ത, മറിച്ച് അത് ഉണർവായിട്ട് ജാഗ്രതയായിട്ട് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട്? അവിടെയും സ്വപ്നത്തിൽ കണ്ടത് സർവവും സ്വപ്നം കാണുന്നവന്റെ ദൃശ്യമാണ്, സ്വപ്നം കാണുന്നവന്റെ അനുഭവ വിഷയമാണ്. സ്വപ്നം കാണുന്നവന്റെ അനുഭവ വിഷയം എന്ന് പറയുമ്പോൾ ആരാണ്? നേരത്തെ പറഞ്ഞു, ആ ദേവൻ സ്വമായ കാണുകയാണ്. അതല്ല, അതില് സ്വപ്നമെന്ന് പറയുന്നത് അനുഭവ വിഷയമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. സത്യമോ അസത്യമോ ആയിക്കൊള്ളട്ടെ, ആരാണോ സ്വപ്നം കാണുന്നത് അവന്റെ അനുഭവ വിഷയമാണതല്ല. അവിടെയുമുണ്ട് ഇത് രണ്ടും. എന്താണ്? അന്ധകാലവും ബഹിർകാലവുമുണ്ട്. അവിടെയും അന്ധചിത്തത്തിൽ സ്വപ്നം കാണുന്നവനും എന്ത് ചെയ്യുന്നു? ബാഹ്യമായി വസ്തുക്കളെ കാണുന്നു. അവനും മനസ്സിൽ ചിലപ്പോൾ ഹിമാലയത്തെക്കുറിച്ച് ഭാവന ചെയ്യാം. അവിടെ ഈ രണ്ടും സംഭവിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഉണർവിൽ മാത്രമല്ല, അവിടെയും അന്ധചിത്തത്തിന്റെ പ്രവർത്തികൾ എന്നുവെച്ചാൽ ഭാവന, മനോരഥം, അതവിടെയും സംഭവിക്കും. ബാഹ്യമായി കാണുന്നതല്ലാതും അവിടെയും സംഭവിക്കുന്നു. ഇവിടെ പറഞ്ഞല്ലോ, യഥാ ആ ഗോദോഹനം ആസ്തേ, അവിടെയും അത് തന്നെ സംഭവിക്കുക. എന്താണ്? സ്വപ്നത്തിൽ അവൻ പശുവിനെ കറക്കാം, പാല് വാങ്ങാൻ ആൾ വരാം, പ്രവൃത്തി ദീർഘസമയം നീണ്ടു നിൽക്കാം, ഗുരുവൻ അവിടെ കാത്തിരിക്കാം. കാലം, വസ്തു, പ്രവൃത്തി, ഇതെല്ലാം അവിടെ നിരന്തരമായി അവിടെയും സംഭവിക്കാം. അവന്റെ ഭാവനയിൽ അവൻ പലതിനെ അവിടെയും സൃഷ്ടിക്കാം. അവന്റെ ഭാവന നശിക്കുമ്പോൾ അവൻ സൃഷ്ടിച്ചതെല്ലാം നശിക്കാം. ജാഗ്രതയും സ്വപ്നവുമായിട്ട് എന്താ വ്യത്യാസം? ഇത് രണ്ട് സ്ഥലത്തും ഒരുപോലെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാമെന്നിരിക്കെ ഇവിടെ പൊതുവായി സ്വീകരിക്കാമെന്നുള്ള കാര്യം എന്താണ്? സ്വപ്നത്തിലും ആ ദേവൻ തന്നെയാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ആ ദേവൻ ഗ്രഹിക്കുന്നതാണിതെല്ലാം. ആ ദേവന്റെ വിഷയമാണ് സ്വപ്ന അനുഭവങ്ങളെല്ലാം. അതേ സ്വപ്നം കണ്ടവൻ തന്നെയാണ് ജാഗ്രതത്തിലിരുന്ന് ഇതെല്ലാം കാണുന്നത്. ഈ ജാഗ്രതത്തിലിരുന്ന് കാണുന്നതും ഇവന്റെ വിഷയങ്ങളാണ്. അവൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? നേരത്തെ പറഞ്ഞു, ആ പ്രഭു തന്നെയാണ് സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വപ്നത്തിലും ജാഗ്രതത്തിലും ഇരിക്കുന്നത് ഒരേ ആൾ തന്നെ. സ്വപ്നത്തിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് അയാൾ ജാഗ്രതത്തിലും ചെയ്യുന്നത്. വ്യത്യാസമൊന്നുമില്ല. സ്വപ്നത്തിൽ ഗ്രഹിക്കുന്നു, വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. സ്വപ്നത്തിലും ഗ്രഹണം എന്നുള്ളത് സംഭവിക്കുന്നു, ജാഗ്രതത്തിലും എന്ത് ചെയ്യുന്നു? ഗ്രഹണം എന്നുള്ളത് സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ തലത്തിൽ സ്വപ്നം കാണുന്നവനിൽ വ്യത്യാസമുണ്ടെങ്കിൽ, ജാഗ്രത അനുഭവം കാണുന്നവനും സ്വപ്നം കാണുന്നതും ഒന്നാണെങ്കിൽ, സ്വപ്നത്തിലെ ആ അനുഭവവും ജാഗ്രതത്തിലെ അനുഭവം എന്ന് പറയുന്നതും അനുഭവം എന്നുള്ള നിലയ്ക്ക് ഒന്ന് തന്നെ. എന്താ വ്യത്യാസം? യുക്തിപൂർവ്വം ചിന്തിച്ചാൽ അതും ഒന്ന് തന്നെ. അവിടെയും ആന്തരികമായ അനുഭവങ്ങളും ബാഹ്യമായ അനുഭവങ്ങളും, ഇവിടെയും ആന്തരികമായ അനുഭവങ്ങളും ബാഹ്യമായ അനുഭവം എന്നുള്ള നിലയ്ക്ക് ഇതിലെന്താ വ്യത്യാസം? രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ആ വ്യത്യാസമില്ല എങ്കിൽ ഒരനുഭവം അസത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇതും അനുഭവം എന്നുള്ള നിലയ്ക്ക് ഇതിനും വ്യത്യാസമൊന്നുമില്ല എങ്കിൽ ഇതും അസത്യമാണെന്ന് ബോധ്യപ്പെട്ടേ മതിയാകൂ എന്നാ പറയുന്നു. ഇതിൽ സത്യബോധമുണ്ടല്ലോ, അതവിടെയും ഉണ്ടായിരുന്നു സത്യബോധം. അതുകൊണ്ടാണ് അതിന് സ്വപ്നമെന്ന് അറിയാത്തത്. ഇവിടെയുണ്ട് അസത്യബോധം. അവിടുത്തെ സത്യബോധം നഷ്ടപ്പെട്ട് അത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. അതുപോലെ ഇതിലെയും സത്യബോധം നഷ്ടപ്പെട്ട് ഇത് അസത്യമാണെന്ന് ബോധ്യപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ജാഗ്രത. അതാണ് മുമ്പ് പറഞ്ഞത്, ഈ സൃഷ്ടിയിലെ മൂന്നവസ്ഥകളും സപ്രയോജനമാണ്, പ്രയോജനമുള്ളതാണ്. ഇവിടെ ഇതെന്ത് ചെയ്യണം? മനനത്തിലൂടെ ബോധ്യപ്പെടണം. അതിന് ദൃഷ്ടാന്തമായി ശ്രുതിയെയും സ്വപ്നത്തെയും സ്വീകരിക്കണം. അതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ടെന്ന് പറയുന്നു, കൽപ്പിത ഏവ തേ സർവേ, ജാഗ്രത ആയിക്കൊള്ളട്ടെ സ്വപ്നമായിക്കൊള്ളട്ടെ, ഇത് രണ്ടും എന്താണ്? ആ ദേവന്റെ
അനുഭവമാണ്. അതിനാണ് ഇവിടെ കൽപ്പന എന്ന് പറയുന്നത്. സ്വമായാൽ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? ഇത് അനുഭവമാണെന്നുള്ള കാര്യത്തിൽ. അനുഭവം എന്നുള്ള നിലയ്ക്ക് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതിലും ആർക്കും അഭിപ്രായ വ്യത്യാസം വരാനില്ല. അതും അനുഭവം, ഇതും അനുഭവം. എന്നാ ബാഹ്യോ ദ്വയകാലത്വ വിശേഷ കൽപ്പിതത്വ വ്യതിരേകേണ അന്യഹേതുക. പിന്നെ വരുന്ന ഒരേ ഒരു പ്രശ്നമാണ് എന്താണ്? ഇവിടെ മനോരഥങ്ങൾ ക്ഷണികമായും ബാഹ്യമായ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ഇത് സ്ഥായിയായും സത്യമായും അനുഭവപ്പെടുന്നു. ഇതാണ് ഇവിടെ വരുന്ന വ്യത്യാസം. ഈ വ്യത്യാസം സ്വപ്നത്തിലും ജാഗ്രതത്തിലും ഒരുപോലാണ്. സ്വപ്നത്തിലും മനോരഥങ്ങൾ ക്ഷണികമായും ബാഹ്യാനുഭവങ്ങൾ സത്യമായും അവിടെ അനുഭവപ്പെട്ടു, ഇവിടെ ഇത് അനുഭവപ്പെടുന്നു. ഈ രണ്ടു തരത്തിലുള്ള അനുഭവം എന്തുകൊണ്ട് നിലനിൽക്കുന്നു? അതുകൊണ്ടാണല്ലോ ഈ പ്രപഞ്ചത്തിൽ സത്യത്വബോധം വന്നത്. പറയുന്നു അതിനും മറ്റു കാരണമൊന്നുമില്ല. ഇത് രണ്ടു തരത്തിലുള്ള കൽപ്പനകൾ, രണ്ടു തരത്തിലുള്ള കൽപ്പനകൾ. കാരണം ഇതെല്ലാം ഗ്രഹണമാണ്. ആ ദേവന്റെ കൽപ്പനയാണ്, ഗ്രഹണമാണ്, അനുഭവമാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ വരുന്നു. ഒന്ന് സ്ഥായിയായ അനുഭവം, മറ്റൊന്ന് ക്ഷണികമായ അനുഭവം. ഇത്രയേ ഉള്ളൂ. അത് എങ്ങനെ കൽപ്പിക്കുന്നു അങ്ങനെ അനുഭവപ്പെടുന്നു. തുര്യൻ എങ്ങനെയാണോ കൽപ്പിക്കുന്നത് അതുപോലെ അനുഭവപ്പെടുന്നു. രണ്ടു തരത്തിലുള്ള കൽപ്പന എന്നുള്ളതേ ഉള്ളൂ. രണ്ടു തരത്തിലോ മൂന്ന് തരത്തിലോ നാല് തരത്തിലോ ആയാലും ആത്യന്തികമായി ഇതെല്ലാം എന്താണ്? ഇത് കൽപ്പന തന്നെ, അനുഭവം തന്നെ, ഗ്രഹണമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അത് കൽപ്പന എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം തുല്യമാണ്. ബാഹ്യോ ദ്വയോകാലത്വ വിശേഷ കൽപ്പിതത്വ വ്യതിരേകയാണ് അന്യഹേതു. ഇത് കൽപ്പിതം, ഇതിന് ഹേതുവായി പറയാനുള്ളത് കൽപ്പന എന്നുള്ളതാണ്. തുര്യന്റെ ഗ്രഹണമാണത്. അതല്ലാതെ അതിന് മറ്റ് കാരണമൊന്നുമില്ല. എന്നുവെച്ചാൽ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ സത്യത്വം ഉള്ളതുകൊണ്ടങ്ങനെ കാണുന്നു എന്നുള്ളതല്ല. പറഞ്ഞല്ലോ, തന്നിലിരിക്കുന്ന സത്യത്വത്തെ ചിലടത്ത് ആരോപിക്കുന്നു, ചിലടത്ത് അത് ആരോപിക്കുന്നില്ല. തന്നിലിരിക്കുന്ന സത്യം ചില സ്ഥലങ്ങളിലൂടെ പ്രകടമായി വരുന്നു, ചില സ്ഥലത്ത് അത് പ്രകടമാകുന്നില്ല. ഇത്രയേ ഉള്ളൂ. അനുഭവത്തിൽ ഈ തുര്യന്റെ സങ്കല്പം, അതാണ് തുര്യന്റെ അനുഭവം എന്ന് പറയുന്നത്. തുര്യന്റെ അനുഭവത്തിൽ ചില സ്ഥലങ്ങളിൽ സത്യത്വം അനുഭവപ്പെടുന്നു. തലതിരിഞ്ഞാണെങ്കിലും അത് പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്നു. ബാഹ്യപ്രപഞ്ചത്തിൽ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിച്ച് ബാഹ്യ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ആ സത്യത്വം അനുഭവപ്പെടുന്നു. മനോരഥത്തിൽ അത് അനുഭവപ്പെടുന്നില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അത്രാവിഹി സ്വപ്ന ദൃഷ്ടാന്തോ ഭവത്യവ. ഇത് ഭാഷ്യകാരൻ പറയുന്നത് സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ ഇത് മനസ്സിലാക്കണം. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനും സ്വപ്ന ദൃഷ്ടാന്തം തന്നെ ഉത്തമമായ ദൃഷ്ടാന്തം. അതിലൂടെ നമ്മൾ മനസ്സിലാകും എന്താണ് ഈ പ്രപഞ്ച സത്യത്വം എന്നുള്ള നമ്മുടെ ഈ അനുഭവം. അത് പ്രപഞ്ചത്തിന്റെ സത്യത്വത്തെ അല്ല, മറിച്ച് തന്റെ തന്നെ സത്യത്വം വെളിപ്പെടുന്നതാണ്. അപ്പൊ അതിനെ തിരിച്ചാക്കിയാൽ മതി. ഈ പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യബോധം തന്റെ തന്നെ യാഥാർത്ഥ്യബോധമെന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അല്ല പ്രപഞ്ചത്തെ മാറ്റിമറിക്കാനോ പ്രപഞ്ചത്തിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നുമല്ല. നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ അനുഭവവുമായിട്ട് യാതൊരു ബന്ധവും. അജ്ഞതയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് വേണോ പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് നമ്മളെ അനുഭവമായി നമ്മൾ കണക്കാക്കുന്നത്. അതല്ല, പ്രതീക്ഷകൾ എന്തുമാകാം. തലതിരിഞ്ഞ പ്രതീക്ഷകൾ ഒരുപാട് മനസ്സിൽ വരാം. സത്യവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. സത്യം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. പ്രപഞ്ചത്തിൽ നമ്മുടെ മനസ്സിൽ ഉറച്ചുപോയ ഒരു സത്യബോധം, അത് വാസ്തവത്തിൽ തന്റെ തന്നെ സത്യത്വമാണ്, തന്റെ തന്നെ പരമാർത്ഥമാണ് എന്ന് ബോധിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ അത് മനസ്സിലാക്കണമെന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. ചിത്തകാലാഹിയേന്തസ്ഥോ
ദ്വയകാലാശ്ച യേ ബഹി കൽപ്പിതാ ഏവ തേ സർവേ വിശേഷോ നന്യഹേതുകാ. അവ്യക്താ ഏവ ഏന്തസ്ഥോ സ്ഫുടാ ഏവ ച യേ ബഹി കൽപ്പിതാ ഏവ തേ സർവേ വിശേഷസ്തിന്ദ്രിയാന്തരേ. യദപി അന്തരം അവ്യക്തത്വം ഭാവാനാം മനോവാസനാമാത്ര അഭിവ്യക്താനാം സ്ഫുടത്വം വാ ബഹിച്ചക്ഷുര ആദി ഇന്ദ്രിയാന്തരഗ്രാഹ്യാണാം വിശേഷോ നാസോ ഭേദാനാം അസ്തിത്വകൃത സ്വപ്നേപി തഥാ ദർശന. വീണ്ടും അതിന് സംശയങ്ങൾ വരികയാണ്. പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബോധം ഉറച്ചുപോയി. അതാ പ്രപഞ്ചം സത്യമല്ല എന്ന് നമ്മളെ ബോധിപ്പിച്ചാൽ നമ്മൾ മറ്റെന്തെങ്കിലും ധരിക്കും. പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഭാവന മറ്റെന്തോ ആണ്. എന്താണോ അതിലൂടെ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ അതെല്ലാം നമ്മൾ ധരിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൽ ചോദ്യം നിങ്ങൾ ഉയർത്തുന്നതാണ്, അതെങ്ങനെ സംഭവിക്കും, ഏതെങ്ങനെ സംഭവിക്കുമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ മനസ്സിൽ അത് കേട്ടപ്പോൾ എന്താണോ ധരിച്ചത് അത് സംഭവിക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞപ്പോൾ എന്താണോ ധരിച്ചത് അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. പ്രപഞ്ചം മിഥ്യയാണെന്ന് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു അവ്യക്ത ഭാവനയുണ്ടായി, ഒരു ശബ്ദാർത്ഥ ഭാവനയുണ്ടായി. നമ്മുടെ ഭാവനയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതെങ്ങനെ സംഭവിക്കും? പ്രപഞ്ചം എങ്ങനെ മിഥ്യയാകും? നമ്മളെ എന്താണോ ബോധിപ്പിച്ചത് ആ വാസ്തവത്തെ ബോധിച്ചിട്ടല്ല നമ്മുടെ ചോദ്യം. മറിച്ച് നമ്മുടെ സംശയവും നമ്മുടെ ഭ്രമവും നമ്മുടെ അജ്ഞാനവും എല്ലാം ചേർന്നിട്ട് നമ്മുടെ ഉള്ളിലൊരു ഭാവനയെ ഉദിപ്പിച്ചു. ആ വാക്യത്തിൽ നിന്ന് പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള ഒരു മിഥ്യാഭാവന, ആ ഭാവനയെ അസംബന്ധമാണ്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതെങ്ങനെ സംഭവിക്കും? നമ്മളെന്താണോ അതിൽ നിന്ന് വാസ്തവത്തിൽ ധരിച്ചത് അതല്ല നമ്മളെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. അത് ധരിക്കാതെ നമ്മളുടെ ചോദ്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അസംബന്ധങ്ങളാണ്. എന്താണോ നമ്മൾ അതിൽ നിന്ന് ധരിച്ചത് അതുപോലെ അസംബന്ധമാണ്. അപ്പോൾ പ്രപഞ്ചം മിഥ്യയാണെന്ന് നമ്മളെ ബോധിപ്പിക്കുമ്പോൾ ബോധിക്കേണ്ടത് നമ്മൾ ബോധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ എന്താണോ നമ്മൾ ബോധിച്ചത് അതല്ല നമ്മൾ ബോധിക്കേണ്ടിയിരുന്നത്. അതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതിൽ വരുന്ന ചോദ്യങ്ങൾ ഒന്നെന്താണ് പറയുന്നത്? ഇതപ്പി അന്തരം അവ്യക്തത്വം ഭാവാനാം മനോവാസന മാത്ര അഭിവ്യക്താനാം. സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത് ഒന്നാണ്. അവിടെ മനോവാസനകൾ കൊണ്ടാണ് അത് വന്നത്. അതുകൊണ്ട് എന്ത് വരുന്നു? സ്വപ്നാനുഭവങ്ങളെല്ലാം അവ്യക്തമായി പോകും. അവ്യക്തമായാണ് അവിടുത്തെ അനുഭവം. അവിടെ ആനയും കുതിരയും എല്ലാം കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ അതിനെ മുഴുവനായി കണ്ടില്ലെന്ന് വരും. 4 കാലിന് 2 കാലേ കാണത്തുള്ളൂ. 2 കൊമ്പുണ്ടെങ്കിൽ 1 കൊമ്പേ കാണത്തുള്ളൂ. എന്തുകൊണ്ട്? അവിടുത്തെ അനുഭവങ്ങൾ അവ്യക്തമാണ്. സ്വപ്നാനുഭവങ്ങൾ അവ്യക്തമാണ്. ജാഗ്രത അതുപോലെ അല്ലല്ലോ. അതാണ് നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരാശങ്ക. ജാഗ്രത വ്യക്തമല്ലേ? സ്വപ്നം അവ്യക്തമായതുകൊണ്ട് അത് അസത്യമാണെന്ന് പറയാം. ജാഗ്രത വ്യക്തമായിരിക്കാതെ എങ്ങനെ അസത്യമെന്ന് പറയും? ഇത് വളരെ സ്ഫുടമാണ്. അങ്ങോട്ട് പറയുന്നത് യദപി അന്തര അവ്യക്തത്വം ഭാവാനാം മനോവാസന മാത്ര അഭിവ്യക്താനാം സ്ഫുടത്വം വാ ബഹിചക്ഷുരാദി ഇന്ദ്രിയ അന്തരഗ്രാഹ്യമാണ്. ഇവിടെ ജാഗ്രതത്തിൽ ഉണർന്നിരുന്ന് ഈ വിഷയങ്ങളെയൊക്കെ ഗ്രഹിക്കുമ്പോൾ ഇത് വളരെ സ്പഷ്ടമാണ്. ഇവിടെ കാര്യം വ്യക്തമാണ്. ഇത് രണ്ടും ഒരുപോലെ എന്നിങ്ങനെ പറയും. അപ്പോൾ സ്വപ്നത്തെ ദൃഷ്ടാന്തമായി എടുത്തിട്ട്
ജഗത്തിന്റെ അസത്യത്വം ബോധിക്കണമെന്ന് പറഞ്ഞാൽ ആ ദൃഷ്ടാന്തം യുക്തമല്ല, അതിൽ യുക്തിയില്ല എന്ന് നമുക്ക് പറയാം. ഇതൊക്കെയാണ് തകരാറുകൾ. അവിടെ അത് അസ്പഷ്ടമാണ്, ഇവിടെ സ്പഷ്ടമാണ്. അപ്പോൾ ഇതിന് ചേരുന്ന ഒരു ദൃഷ്ടാന്തമല്ല അത്. ഇന്ദ്രിയാന്തരഗ്രാഹ്യാണ് വിശേഷോ നാസോ ഭേദാനാം അസ്തിത്വകൃത സ്വപ്നേവി തഥാ പറയുന്നു. അത് ശരിയാണ്. ഗ്രാഹ്യാണ് ബഹിചക്ഷുരിന്ദ്രിയാന്തര ഗ്രാഹ്യാണ് ഗ്രാഹ്യാണ് എന്നുണ്ട്, വിട്ടുപോയതായിരിക്കും. യദപി അന്തരവ്യക്തത്വം ഭാവാനാം മനോവാസനാമാത്ര അഭിവ്യക്താനാം സ്ഫുടത്വം വാ ബഹിചക്ഷുരിന്ദ്രിയാന്തരഗ്രാഹ്യാണ് വിശേഷോനാസോ ഭേദാനാം അസ്തിത്വകൃത സ്വപ്നേവി തഥാ ദർശന പറയുന്നു. ഈ സ്ഫുടമായി അനുഭവപ്പെടുക, അസ്പഷ്ടമായി അനുഭവപ്പെടുക, ഇത് ജാഗ്രതത്തിനുമുണ്ട് സ്വപ്നത്തിനുമുണ്ടെന്ന് പറയുന്നു. ജാഗ്രതത്തിൽ നമ്മൾ ബാഹ്യമായി ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്നു, അത് സ്പഷ്ടമായിരിക്കും. പക്ഷെ നമ്മുടെ ഭാവനയിൽ കാണുന്നതോ അത് അസ്ഫുടമാണല്ലോ. മനോരഥത്തിൽ കാണുന്നത് അസ്പഷ്ടമാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഹിമാലയത്തെ മനോരഥത്തിൽ കാണുന്നു, ഭാവനയിൽ കാണുന്നു. ഞാൻ നേരിട്ട് ചെന്ന് കാണുന്ന പോലെയാണോ? അല്ല. ഹിമാലയത്തിന് മുമ്പിൽ ചെന്നിരുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സ്പഷ്ടത അത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഭാവന ചെയ്യുമ്പോൾ വരുന്നില്ലല്ലോ. അപ്പോൾ ഈ ജാഗ്രത അനുഭവങ്ങളിൽ തന്നെ സ്പഷ്ടതയും അസ്പഷ്ടതയുമുണ്ട്. അന്തഃചിത്തത്തിന്റെ, അതായത് ഉള്ളിൽ മനസ്സ് തന്നെ ഭാവനയിലൂടെ കാണുമ്പോൾ അത് അസ്പഷ്ടമായിരിക്കും. ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി മനസ്സ് ആ വസ്തുക്കളെ ഗ്രഹിക്കുമ്പോൾ അത് സ്പഷ്ടമായിരിക്കും. അപ്പോൾ അത് വസ്തുക്കളുടെ സത്യത്തെയോ അസത്യത്തെയോ ആശ്രയിച്ചല്ല ആ സ്പഷ്ടതയും അസ്പഷ്ടതയും വരും. സത്യമാണോ അസത്യമാണോ എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടല്ല. മനസ്സ് ഇന്ദ്രിയങ്ങളുടെ സഹായം കൂടാതെ ഗ്രഹിക്കുകയാണെങ്കിൽ അത് അസ്പഷ്ടമായിരിക്കും. ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി ബാഹ്യമായി വസ്തുക്കളെ ഗ്രഹിക്കുമ്പോൾ അത് സ്പഷ്ടമായിരിക്കും. സ്വപ്നത്തിനും അങ്ങനെ തന്നെ. ഉണർന്നതിന് ശേഷം സ്വപ്നം അസത്യമാണെന്ന് ബോധിച്ചിട്ട് സ്വപ്നത്തെക്കുറിച്ച് ഭാവന ചെയ്യുമ്പോൾ എല്ലാം അസ്പഷ്ടം തന്നെ. അത് ജാഗ്രതത്തിനെയും എന്നെങ്കിലും നമുക്ക് ഇത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ജാഗ്രത് ആകമാനം സ്വപ്ന സദൃശമായി അസ്പഷ്ടമായി തന്നെ അനുഭവപ്പെടും. ജാഗ്രത് മൊത്തത്തിൽ ഏതുപോലെ സ്വപ്നത്തെ ഇപ്പോൾ അസ്പഷ്ടമായി അനുഭവപ്പെടുന്നത് പോലെ. എന്നാൽ സ്വപ്നത്തിലേക്ക് കടന്നു ചെന്നാലോ, സ്വപ്നത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവന് സ്വപ്നത്തിലെ ആ മനസ്സുകൊണ്ട് സ്വപ്നത്തിലെ ഇന്ദ്രിയങ്ങളിലൂടെ സ്വപ്നത്തിലെ വിഷയങ്ങളെ ബാഹ്യമായി കാണുമ്പോൾ കാരണം വളരെ സ്പഷ്ടം. അവിടെ ആ അനുഭവത്തിൽ അവിടെ ആനയും കുതിരയും കണ്ടതെന്താണ്? ബാഹ്യമായി കണ്ടത് അത് സ്പഷ്ടം തന്നെ. അവിടെ അന്ന് കണ്ടതെല്ലാം നമുക്ക് ഉണർന്നിരുന്ന് ഓർമ്മിക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അത് അസ്പഷ്ടമായി പോകുന്നത്. ഏതുപോലെ നമ്മൾ 10 വർഷത്തിന് മുമ്പ് ഹിമാലയം കണ്ടിട്ട് ഇന്ന് ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ അത് അസ്പഷ്ടമായിരിക്കും. കാലദേശങ്ങളുടെ ഭേദം കൊണ്ട് സ്വപ്നത്തിലെ കാലദേശങ്ങൾ നമുക്കിവിടെ ഇല്ല. 10 വർഷത്തേക്ക് മുമ്പുണ്ടായിരുന്ന കാലദേശങ്ങൾക്ക് ഇപ്പോൾ വ്യത്യാസം വന്നതുകൊണ്ട് അന്നത്തെ അനുഭവങ്ങളെല്ലാം സ്പഷ്ടമായി ഗ്രഹിച്ചെങ്കിലും ഇവിടെ അസ്പഷ്ടമായി സ്മരിക്കാൻ കഴിയുന്നു. അതുപോലെ സ്വപ്നത്തിൽ ഉണർന്നിരുന്ന് വിഷയങ്ങളെ ഗ്രഹിച്ചപ്പോൾ തീർച്ചയായും ഇവിടെ സ്പഷ്ടമായിട്ടാണ് ഗ്രഹിച്ചത്. ഇന്ന് സ്മരിക്കുമ്പോൾ അത് അസ്പഷ്ടമായി പോകും. 10 ദിവസം കഴിഞ്ഞ് സ്മരിച്ചാൽ വീണ്ടും അത് അസ്പഷ്ടമാകും. അതിന്റെ അർത്ഥം അവിടെ സ്പഷ്ടമായി ഗ്രഹിച്ചില്ലെന്നല്ല. പക്ഷെ അവിടെയും അസ്പഷ്ടതയുണ്ടായിരുന്നത് എന്താണ്? അവിടെ തന്നെ മനസ്സിൽ പലതും ഭാവന ചെയ്തു. ആ ഭാവനകൾ അസ്പഷ്ടമായിരുന്നു. അവിടെ പലതും പ്രത്യക്ഷമായി കണ്ടു. സ്വപ്നത്തിൽ പ്രത്യക്ഷമായി കാണും, അത് സ്പഷ്ടമായിരുന്നു. അത് ഇതും ജാഗ്രതയും തമ്മിൽ എന്താ വ്യത്യാസം? ജാഗ്രതയിൽ സംഭവിക്കുന്നതെല്ലാം ഇതേ രൂപത്തിൽ സ്വപ്നത്തിൽ സംഭവിച്ചതാണ്. അവിടെയും സ്പഷ്ടതയും അസ്പഷ്ടതയും ഉണ്ടായിരുന്നു. ഇന്ന്
ആ സ്വപ്നത്തിനെ വിട്ടിട്ട് ഉണർന്നിരുന്നുകൊണ്ട് അതെല്ലാം അസ്പഷ്ടമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് ഒരു ജാഗ്രതത്തിനെ സംബന്ധിച്ച് മറ്റൊരു ജാഗ്രതത്തിലിരുന്നുകൊണ്ട് അത് അസ്പഷ്ടമാണെന്ന് പറയുന്നത് പോലെയുള്ളൂ. അതുകൊണ്ട് അത് സ്പഷ്ടമാണ്, അതുകൊണ്ട് സത്യമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ സ്വപ്നത്തിൽ സ്പഷ്ടമായി അനുഭവപ്പെട്ടതെല്ലാം ഉണർന്നിട്ട് സത്യമാണെന്ന് പറയേണ്ടി വരും. അത് നമ്മൾ പറയുന്നില്ലല്ലോ, അത് പറയുന്നില്ല. അതുകൊണ്ട് ഒന്ന് സ്പഷ്ടമായിരിക്കുന്നു, അതുകൊണ്ടത് സത്യമാണ് എന്നൊരു തീരുമാനത്തിൽ യുക്തി കൊണ്ടെത്താൻ പറ്റത്തില്ല. ഇവിടെ ഒരു ചോദ്യം വരും, പിന്നെ എന്തുകൊണ്ടിത് ചിലത് സ്പഷ്ടമായും ചിലത് അസ്പഷ്ടമായും അനുഭവപ്പെടുന്നു? ജാഗ്രതത്തിൽ എന്തുകൊണ്ട് ചിലത് സ്പഷ്ടമായും അസ്പഷ്ടമായും അനുഭവപ്പെടുന്നു? അതിനുമുമ്പ് സമാധാനം പറഞ്ഞു. എങ്ങനെയാണോ അത്തുരീയൻ പ്രഭു ഗ്രഹിക്കുന്നത് അതങ്ങനെ അനുഭവപ്പെടുന്നു. എങ്ങനെയാണോ കൽപ്പിക്കുന്നത് അങ്ങനെ അനുഭവപ്പെടുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? മായ കൊണ്ട് പ്രഭു സർവത്തിനും സമർത്ഥനായവനെന്നാണ്. സർവത്തിനും സമർത്ഥനായവന് ചിലതിനെ സ്പഷ്ടമായും ചിലതിനെ അസ്പഷ്ടമായും കൽപ്പിക്കുന്നതിനുള്ള സാമർഥ്യമുണ്ട്. അതാണ് മായ എന്ന് പറയുന്നത്. ആ സാമർഥ്യം കൊണ്ട് ഇതിനെ സ്പഷ്ടമായും അസ്പഷ്ടമായും എല്ലാം കൽപ്പിക്കുന്നു. അതുകൊണ്ട് സ്പഷ്ടമായത് സത്യം എന്ന് പറയുന്നതിൽ യുക്തിയില്ല എന്നാണ്. സ്വപ്നേവി തഥാ ദർശന. ജാഗ്രതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം സമാധാനം സ്വപ്നത്തിൽ നിന്ന് കിട്ടും എന്നാണ്. അതുകൊണ്ട് സ്ഥായി ആയതുകൊണ്ട് സത്യം, സ്പഷ്ടമായതുകൊണ്ട് സത്യം എന്നൊന്നും പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇത് സ്ഥായിയായോ ക്ഷണികമായോ സ്പഷ്ടമായോ അസ്പഷ്ടമായോ എല്ലാം ജാഗ്രതത്തിൽ അനുഭവപ്പെടുന്നത് പോലെ സ്വപ്നത്തിലും അനുഭവപ്പെടാം. സ്വപ്നം ആകമാനം അസത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ഈ ജാഗ്രതത്തിലും സത്യമില്ല. പരമാർത്ഥത്തിൽ താനാണ് സത്യം, അല്ലെങ്കിൽ തന്നിലാണ് സത്യം എന്ന് ബോധ്യപ്പെടണം. അതാണ് ഇവിടെ പറയുന്നത്. കിം തർഹി ഇന്ദ്രിയാന്തരകൃതൈവ. ഈ സ്പഷ്ടത എങ്ങനെ ഉണ്ടാകുന്നു? അതിന് സമാനം പറയുന്നു. ജാഗ്രതയിൽ ഈ സ്പഷ്ടത എങ്ങനെയുണ്ടായി? മനസ്സല്ലാതെയുള്ള ഇന്ദ്രിയങ്ങൾ കൂടിച്ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടുണ്ടായതാണ്. ബാഹ്യമായ ഇന്ദ്രിയങ്ങളോടും മനസ്സുകൂടി ചേർന്ന് വിഷയങ്ങളെ ബാഹ്യമായി ദർശിച്ചപ്പോൾ സ്പഷ്ടതയുണ്ടായി. ഇതാണ് ഇന്ദ്രിയാന്തരകൃതം എന്ന് പറയുന്നത്. ഇത് തന്നെ സ്വപ്നത്തിൽ സംഭവിക്കുന്നു. അവിടെ ഇന്ദ്രിയങ്ങളുണ്ട്, അവിടെയും കണ്ണും മൂക്കും ചെവിയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ബാഹ്യമായി വസ്തുക്കളെ സ്പഷ്ടമായി കാണും. അത കൽപ്പിത ഇവ ജാഗ്രത് ഭാവാപി സ്വപ്നഭാവതി സിദ്ധം. അതുകൊണ്ട് ഇവിടെ എന്താണ്? ഇതും ആ വിഭുവിന്റെ പ്രഭുവിന്റെ കൽപ്പനകളാണ്. ജാഗ്രതത്തിലും ഗ്രഹണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവവും അറിവിന് വിഷയമായി കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ സർവവും അറിവിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വ്യക്തമോ അവ്യക്തമോ സ്ഥായിയോ അസ്ഥായിയോ എന്തോ ആയിക്കൊള്ളട്ടെ, എല്ലാം ഇവിടെ എന്ത് ചെയ്യുന്നു? അറിവിന്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ അതെല്ലാം അറിവിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നത്തിനും അത് തന്നെ സംഭവിച്ചത്, എല്ലാം അറിവിൽ സ്ഫുരിച്ചുകൊണ്ടിരുന്നു. രണ്ടും തമ്മിൽ എന്താ ഭേദം? രണ്ടും ഒരേ ഒരു തുര്യന്റെ കൽപ്പനയാണ്. അത് കൽപ്പിതായവ ജാഗ്രത് ഭാവാപി സ്വപ്ന ഭാവോദതി സിദ്ധം. അതുകൊണ്ട് അത്തരം യുക്തികളിലൂടെയും ഒന്ന് സത്യം മറ്റൊന്ന് അസത്യം എന്നല്ല, ഇതിലൊന്നിനും സത്യമില്ല. സത്യം പരമാർത്ഥം തന്നിൽ മാത്രമേ ഉള്ളൂ. അതാണ് ബോധിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഏന്തസ്ഥു സ്ഫുട ഏവ ച ഏബഹി കൽപ്പിത ഏവ തേ സർവേ വിശേഷസ്ഥിന്ദ്രിയാന്തരേ ജീവം കൽപ്പയത്തെ പൂർവം തതോ ഭാവാൻ പൃഥഗ്വിധാൻ ബാഹ്യാൻ ആധ്യാത്മികാംശ്ചൈവ യഥാ വിദ്യസ്തഥാ സ്മൃതി
ബാഹ്യ ആധ്യാത്മികാനാം ഭാവാനാം ഇതരേതര നിമിത്ത നൈമിത്തികതയാ കൽപ്പനായാം കിം മൂലമിതി ഉച്യതേ. ജീവം ഹേതുഫലാത്മകം. ഇവിടെ പറയുന്നു ജീവം കൽപ്പയതേ പൂർവം. ഈ കൽപ്പന, പ്രപഞ്ചം കൽപ്പനയാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് തെറ്റായ ധാരണയുണ്ടാകും. എന്താണ്? ഇതെല്ലാം എന്റെ കൽപ്പനയാണെന്ന് ധരിക്കും. ഇതൊക്കെ ഞാൻ കൽപ്പിച്ചിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ എന്നാണ്. ഇതാണ് അദ്വൈതം, ഇതാണ് വേദാന്തം എന്ന് പറഞ്ഞ് നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കുകയും ചെയ്യും. അതിവിടെ തിരുത്തുകയാണ്. ഇതൊന്നും നിന്റെ കൽപ്പനയല്ല, ഇതെല്ലാം തുര്യന്റെ കൽപ്പനയാണ്. ശരി, താൻ തുര്യനാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാലോ തുര്യന്റെ കൽപ്പനയായി ഇത് പ്രകാശിക്കും. അത് ബോധ്യപ്പെടാതെ ഇതെല്ലാം എന്റെ കൽപ്പനയാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. എന്തുകൊണ്ട്? നീയും ഈ കൽപ്പനയിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. നീയല്ല കൽപ്പിക്കുന്നത്, നീയും കൽപ്പിക്കപ്പെട്ടവനാണ്. അതാണ് ആദ്യം പറയുന്നത് ജീവം കൽപ്പയതേ പൂർവ്വം. ആദ്യം ഈ ജീവനെ കൽപ്പിക്കുന്നു. ജീവൻ എന്ന് പറയുന്ന എന്താണ്? ഞാനെന്ന് നമ്മൾ ആരെയാണോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ തന്നെ ജീവൻ. ഞാനെന്ന് ഇപ്പൊ അറിയാനൊരാളുണ്ടല്ലോ. ഞാനെന്നറിയുന്ന ഈ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ചേർന്ന ഈ വ്യക്തിത്വം, ഈ വ്യക്തിത്വത്തിന്റെ കൽപ്പനയല്ല ഈ പ്രപഞ്ചം. അങ്ങനെയല്ല ഇവിടെ അദ്വൈതം പറയുന്നു. എന്തുകൊണ്ട്? ഇത് കൽപ്പനയാണ്. ആ കൽപ്പനയുടെ ഫലമായി മൂലഭൂതമായി ഇവിടെ പറയുന്നു ഉണ്ടായ ഒരു കൽപ്പനയാണ് ഈ ഞാൻ. കൽപ്പനയിൽ ഞാൻ അന്തർഭവിച്ചു പോയി. എനിക്ക് പിന്നെ എങ്ങനെ കൽപ്പിക്കാൻ പറ്റും? ഇതല്ല. കൽപ്പനയിൽ ഞാൻ പെട്ടുപോയെങ്കിൽ എനിക്കെങ്ങനെ ഇതിനെ കൽപ്പിക്കാൻ കഴിയും? അപ്പോൾ എന്റെ കൽപ്പനയല്ല ഇത്, തുര്യന്റെ കൽപ്പനയാണ്. ഞാൻ തുര്യനാണെന്ന് ബോധിച്ചിട്ടില്ലാത്തിടത്തോളം കാലം എനിക്കിത് എന്റെ കൽപ്പനയാണെന്ന് പറയാൻ കഴിയത്തില്ല. പ്രപഞ്ചം തുര്യന്റെ കൽപ്പനയിൽ എല്ലാം നടക്കുന്നു. എന്താണ്? അവിടെ ഞാൻ വന്നു, എന്റെ അറിവ് വന്നു, എന്റെ ഇച്ഛ വന്നു, എന്റെ പ്രവൃത്തി വന്നു. അതുകൊണ്ടാണ് എന്റെ കൽപ്പന കൊണ്ട് എനിക്ക് ഈ വീട് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അവിടെ എന്തു വന്നു? എന്റെ അറിവ് വേണ്ടി വന്നു, എന്റെ ഇച്ഛ വേണ്ടി വന്നു, എന്റെ പ്രവൃത്തി വേണ്ടി വന്നു. അതെല്ലാം എന്റേതാണ്, തുര്യന്റെ അല്ല. എന്റെ ഭാവനകൾ വന്നു ഈ വീടിനെ സംബന്ധിച്ചുള്ള, പിന്നെ എന്റെ ആഗ്രഹം വന്നു ഇത് നിർമ്മിക്കണമെന്നുള്ള, പിന്നെ എന്റെ പ്രവൃത്തി വന്നു. ഇതിത്രയും എന്നിൽ നിന്ന് സംഭവിച്ചപ്പോൾ ഈ വീട് വന്നു. അല്ല, എന്റെ കൽപ്പന കൊണ്ടാണ് ഇത് സാധിച്ചിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞാനും എന്റെ ഭാവനകളും എന്റെ ഇച്ഛയും എന്റെ യത്നവും എന്റെ സൃഷ്ടിയും ഉൾപ്പെടെ തുര്യന്റെ കൽപ്പനയാണെന്ന് പറയും. അതെല്ലാം തുര്യന്റെ കൽപ്പനയാണ്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ജീവം കൽപ്പയതേ പൂർവ്വം. ആദ്യം ജീവനെ കൽപ്പിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്. ഇതാണ് അദ്വൈതം എന്ന് പറയരുത്. എന്താണ്? എന്റെ കൽപ്പനയാണ്, എന്റെ മനസ്സിന്റെ കൽപ്പനയാണ് ഈ പ്രപഞ്ചം. അങ്ങനെ എന്റെ കൽപ്പന ഇല്ല എന്നുള്ളതല്ല, എന്റെ കൽപ്പന ഒരുപാടുണ്ട്. എന്താണ്? ഈ വീടിനെ സംബന്ധിച്ചുള്ള കൽപ്പനകൾ, അതൊക്കെ എന്റെ കൽപ്പനയായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് നമ്മൾ ഭാവന ചെയ്തിട്ടുണ്ട്. എന്റെ സ്കെച്ചും പ്ലാനും എല്ലാം, അതെല്ലാം നമ്മുടെ ഭാവനയാണ്. അതെന്റെ കൽപ്പനയാണ്, ജീവന്റെ കൽപ്പനയാണ്. അത് കഴിഞ്ഞ് ഒരുപാട് ആഗ്രഹങ്ങൾ വന്നു, പ്രവൃത്തിക്ക് കാരണമായി വരുന്ന ആഗ്രഹങ്ങൾ, അതെല്ലാം എന്റെ കൽപ്പനയാണ്, ജീവൻ. പക്ഷെ അതിനു മുമ്പ് തന്നെ എന്നെ കൽപ്പിച്ചു കഴിഞ്ഞു തുര്യൻ. എന്നെ കൽപ്പിച്ചിട്ട് തുര്യൻ കൽപ്പനയ്ക്ക് വേണ്ടി എന്നെ വിട്ടിരിക്കുകയാണ്. ഇനി നീ കൽപ്പിച്ചോ, ബാക്കിയുള്ളതാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? എന്നിൽ പ്രവൃത്തി വരുന്നു. അപ്പൊ എന്റെ കൽപ്പന കൊണ്ട് മാത്രം ഇവിടെ വസ്തു ശ്രദ്ധിക്കുന്നില്ല. വീടെന്റെ കൽപ്പന കൊണ്ട് മാത്രം ഉണ്ടാവുന്നില്ല, എന്റെ ഇച്ഛ കൊണ്ടും ഉണ്ടാവുന്നില്ല. പിന്നെ അവിടെ എന്റെ പ്രവൃത്തി കൂടി വരണം. ഇതെല്ലാം എവിടെ നിൽക്കുന്നു? എന്നിൽ നിൽക്കുന്നു, അതായത് ജീവനിൽ നിൽക്കുന്നു. ഞാനെന്ന് പറയുന്ന ആ ജീവഭാവത്തെയാണ്.
ആ ജീവഭാവത്തെ അവലംബിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ഞാനെന്ന് പറയാൻ പറ്റൂ. ആ ജീവന് കൽപ്പന കൊണ്ട് സൃഷ്ടിക്കുന്നതിനുള്ള ശേഷിയൊന്നുമില്ല. അവന് സൃഷ്ടിക്കണമെങ്കിൽ എന്ത് വേണം? കൽപ്പനയും ഇച്ഛയും പ്രവൃത്തിയും ഇത്രയും ഒന്നു ചേർന്നു. എന്നാലേ അവൻ കൽപ്പിക്കുന്നവൻ ഇച്ഛയില്ല, ഒന്നും സംഭവിക്കില്ല. കൽപ്പിച്ചു ഇച്ഛിച്ചു പ്രവർത്തിച്ചില്ല, ഒന്നും സംഭവിക്കില്ല. കൽപ്പിച്ച് ഇച്ഛിച്ച് പ്രവർത്തിക്കുമ്പോൾ ഫലമുണ്ടാകുന്നു. ജീവൻ എന്ത് വരുന്നു? ഹേതു ഫലരൂപത്തിലിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജീവം ഹേതുഫലാത്മകം. ഫലമായി വന്ന എന്താണ്? ഈ വീടാണ് ഫലമായി വന്നത്. ഹേതുവായിരുന്ന എന്താണ്? അവന്റെ ഭാവന, പിന്നെ അവന്റെ ആഗ്രഹം, പിന്നെ അവന്റെ പ്രവൃത്തി. ആ പ്രവൃത്തിക്ക് സഹായമായി വന്ന എല്ലാം, സിമന്റും എല്ലാം അതിന്റെ സഹായമായി വരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ എന്തായി? ഫലമായി. ജീവൻ ഹേതുഫലസ്വരൂപനാണ്. തുര്യനിൽ ഹേതുഫലങ്ങളൊന്നുമില്ല. തുര്യന്റെ കൽപ്പനയ്ക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതാകെ മൊത്തം ഈ ജീവൻ, അവന്റെ സങ്കല്പങ്ങൾ, അവന്റെ ഇച്ഛ, അവന്റെ പ്രവൃത്തി, അവന്റെ ഫലം, ഇതെല്ലാം കൂടി തുര്യന്റെ കൽപ്പനയെന്ന് പറയാം. അല്ലാതെ എന്റെ കൽപ്പനയെന്ന് പറയാൻ പാടില്ല. വേദാന്തം അതല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമാവും. എന്റെ കൽപ്പനയാണിത് എന്ന് പറയുന്ന അബദ്ധം. ഇതാണ് എന്റെ കൽപ്പനയാണിത്, അതുകൊണ്ട് ഇത് അസത്യമാണ് എന്നല്ല വേദാന്തം പറയുന്നു. അങ്ങനെ പറയുന്നു, എന്റെ കൽപ്പന, അതുകൊണ്ട് ഇത് അസത്യം. അങ്ങനെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇതൊക്കെ എന്റെ മനസ്സിന്റെ കൽപ്പനയാണ്, അതുകൊണ്ട് ഇത് സത്യമല്ല. അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എന്റെ മനസ്സ് സത്യമാണ്, എന്റെ കൽപ്പനകൾ സത്യമാണ്, എന്റെ ഇച്ഛ സത്യമാണ്, എന്റെ പ്രവൃത്തി സത്യമാണ്, എന്റെ ഫലവും സത്യമാണ്. കാരണം ഇതിലാണ് എന്റെ സത്യത്വ ബുദ്ധിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാൻ നിവൃത്തിയില്ല ഇതെല്ലാം അസത്യമാണ്. എന്തുകൊണ്ട്? ഇതിനെല്ലാം മൂലഭൂതമായിരിക്കുന്ന ആ ജീവഭാവം അതിരിക്കുന്നിടത്തോളം കാരണം ഇതെല്ലാം സത്യമാണ്. തന്റെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ആ ജീവഭാവം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അത് അസത്യമാണെന്ന് ബോധിക്കുന്നു. അപ്പോൾ മാത്രമേ എന്നെ സംബന്ധിച്ച് ഇതെല്ലാം അസത്യമാകത്തുള്ളൂ. അതുവരെ പ്രപഞ്ചം എന്നെ സംബന്ധിച്ച് സത്യമാണ്. സത്യത്തെ ഞാൻ പ്രപഞ്ചത്തിലൂടെ അനുഭവിക്കുന്നു. പ്രപഞ്ചാനുഭവം ഉള്ളിടത്തോളം കാലം, ആ സത്യാനുഭവം ഉള്ളിടത്തോളം കാലം എന്നെ സംബന്ധിച്ച് ഇതൊന്നും അസത്യമല്ല. തുര്യഭാവത്തിൽ ഇത് അസത്യമാണെന്ന് പറയുന്നത് എങ്ങനെ? തുര്യനിൽ നിന്ന് അന്യമായി ഇതൊന്നും നിലനിൽക്കുന്നില്ല. തുര്യന്റെ സങ്കല്പം തുര്യനിൽ നിന്ന് വേറെയല്ല. വേറെയാണെന്ന് കരുതി കഴിഞ്ഞാൽ അത് അസത്യമായി. തുര്യനാണെന്ന് വരുമ്പോൾ അത് സത്യമായി. അതാണ് പരമാർത്ഥം. അത് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. ആദ്യം ആ ജീവനെ കൽപ്പിക്കുന്നു. ബാഹ്യ ആധ്യാത്മികാനാം ഭാവാനാം ഇതരേതര നിമിത്ത നൈമിത്തികതയാ കൽപ്പനായ കിം മൂലം ഉച്യതേ. നമ്മളിവിടെ പലതും കൽപ്പിക്കുന്നുണ്ട്. ഉള്ളിൽ സുഖദുഃഖങ്ങൾ, രാഗദ്വേഷങ്ങൾ ജീവന്റെ കൽപ്പനകളാണ് തന്നെ. ബാഹ്യമായി ഇതെല്ലാം ഈ ജീവൻ തന്നെ സൃഷ്ടിക്കുന്ന അവന്റെ പ്രപഞ്ചം. ഓരോ ജീവനും അവന്റേതായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അതെല്ലാം അവന്റെ കൽപ്പനയാണ്. അതെവിടെ തുടങ്ങുന്നു? ഈ ജീവഭാവത്തിൽ തുടങ്ങുന്നു. ജീവം ഹേതുഫലാത്മകം. ഈ കൽപ്പനാരഹിതനായിരിക്കുന്ന തുര്യനിൽ എങ്ങനെ കൽപ്പന സംഭവിക്കുന്നു? അതിന് പറഞ്ഞു മായ. മായ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ആ ചോദ്യത്തിന് ഉത്തരവില്ല. എന്തുകൊണ്ട് ഉത്തരവില്ല? കൽപ്പനാരഹിതൻ ആണ് തുര്യനെന്ന് അംഗീകരിച്ചാൽ പിന്നെ അവിടെ കൽപ്പനയില്ല. പിന്നെ അവിടെ ചോദ്യത്തിനും ഉത്തരത്തിനും പ്രസക്തിയില്ല. എന്നാലും കൽപ്പനാരഹിതനായിരിക്കുന്ന തുര്യനിലെ കൽപ്പനകൾ നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പൊ അത് മായ. അത് ജീവഭാവത്തിൽ തുടങ്ങുന്നു.
കൽപ്പനായാം നിമിത്ത നൈമിത്തികതയ കൽപ്പനായാം. അതിനകത്ത് തെറ്റുകളുണ്ട്. കൽപ്പനയിൽ സപ്തമി. കിം മൂലം, എന്താണ് കാരണം? ശരി, ജീവം ഹേതുഫലാത്മകം അഹം കരോമി മമസു ദുഃഖേ ഇത്യവും ലക്ഷണം. അത് പറയുന്നു. ജീവനെന്ന് പറയുന്നത് അവനവനും അനുഭവസിദ്ധമായ കാര്യമാണ്. ആ ജീവഭാവത്തെ, ജീവത്വത്തെ നമ്മൾ അനുഭവിക്കുന്നു. അങ്ങനെ അഹം കരോമി എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നു, ഇതാണ് ജീവാനുഭവം. മമ സുഖദുഃഖേ, എന്റെ സുഖവും ദുഃഖവും, ഞാൻ പ്രവർത്തിക്കുന്നു, എന്റെ സുഖത്തെ ഉണ്ടാക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, എന്റെ ദുഃഖത്തെ ഉണ്ടാക്കുന്നു. ഈ അനുഭവം ഇത് തന്നെ ജീവാനുഭവം. ഇത്യവം ലക്ഷണം, ഇതാണ് ജീവന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അവിടെ ഹേതുഫല രൂപത്തിലിരിക്കുന്നു. എന്താണ്? പ്രവൃത്തി ഹേതുവായിരിക്കുന്നു, സുഖദുഃഖങ്ങൾ ഫലമായിരിക്കുന്നു. എന്റെ പ്രവൃത്തിയിൽ നിന്ന് സുഖവും ദുഃഖവും വരാം. അത് ഫലമായും പ്രവൃത്തി ഹേതുവായും ഇരിക്കുന്നു. പരവുമായി താൻ തന്നെ ഹേതുവായിരിക്കുന്നു. ആ ജീവന്റെ അഹംഭാവത്തെ ആശ്രയിച്ചു വരുന്ന സങ്കല്പങ്ങൾ, ഇച്ഛകൾ, അവിടെ നിന്ന് പ്രവൃത്തിയിൽ നിന്ന് സുഖദുഃഖ രൂപത്തിലുള്ള ഫലം. ഇതാണ് ജീവന ഹേതുഫലാത്മകം എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ഗീതാ ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്തതാണ്. എങ്ങനെ ഫലം ഉണ്ടാകുന്നു, കർമ്മം എങ്ങനെ ഫലത്തിന് നിമിത്തം ഉണ്ടാകുന്നു, എന്താണ് ഫലം, അത് ജീവനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിലൂടെ സൂചിപ്പിക്കുകയാണ്. അനേവം ലക്ഷണേവ ശുദ്ധേ ആത്മനി രജ്വാമിവ സർപ്പം കൽപ്പയതേ പൂർവം. അനേവം ലക്ഷണേവ ശുദ്ധേ ആത്മനി, തുര്യനിൽ. തുര്യൻ ഇങ്ങനെയല്ല, ഞാൻ കൽപ്പിക്കുന്നു. തുര്യൻ ഒരിക്കലും പറയത്തില്ല എന്താണ്, ഞാനിതാ പ്രപഞ്ചത്തെ കൽപ്പിച്ചിരിക്കുന്നു, എന്റെ കൽപ്പനയാണ് ഈ പ്രപഞ്ചമൊന്നും തുര്യൻ പറയത്തില്ല. അനേവൻ ലക്ഷണം, ഇതൊന്നും തുര്യന്റെ രീതിയല്ല. ശുദ്ധ ആത്മനി, ആ തുര്യനിൽ രജ്വാമിവ സർപ്പം, രജ്ജുവിലെ സർപ്പകൽപ്പന പോലെ പൂർവം ജീവകൽപ്പന അത് തുടങ്ങുന്നു. അവിടെ നിന്നാണ് ജീവകൽപ്പന ആരംഭിക്കുന്നത്. നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവകൽപ്പന അത് വ്യക്തമായി മനസ്സിലാക്കുന്നത് സുഷുപ്തിയിൽ നിന്ന് ഉണരുന്ന ഭാവത്തെ കുറിച്ച് ഭാവന ചെയ്താണ്. സുഷുപ്തിയിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ എന്ത് വരുന്നു? ഞാൻ എന്ന് തുടങ്ങി എന്നെ സംബന്ധിച്ചുള്ള എല്ലാം വരുന്നു, എല്ലാ കൽപ്പനകളും വരുന്നു. ഞാൻ, എന്റെ ഭാവനകൾ, എന്റെ ആഗ്രഹങ്ങൾ, പിന്നെ എന്റെ പ്രവൃത്തി, അതിനെ തുടർന്ന് വരുന്ന എന്റെ സുഖദുഃഖങ്ങളെല്ലാം സുഷുപ്തിയിൽ നിന്നാണ് വരുന്നത്, ആ ഉണർവിൽ. അതാണ് ജീവകൽപ്പനയുടെ നമുക്ക് ഭാവന ചെയ്യാവുന്ന അവസ്ഥ. അതാണ് ഇതാദ്യം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ എടുത്താൽ മതി. സുഷുപ്തിയിൽ നിന്നും ജാഗ്രതത്തിലേക്ക് വരും, അതാണ് തുടക്കം. ഇതിങ്ങനെ ആരംഭിക്കുന്നു എന്നാണ്. അതിനെ തുടർന്നു വരുന്ന കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ജീവം കൽപ്പയതേ പൂർവം തതോ ഭാവാൻ പൃഥഗ്വിധാൻ ബാഹ്യാൻ ആധ്യാത്മികാംശ്ചൈവ യഥാ വിദ്യസ്തഥാ സ്മൃതി. ശിഷ്യ. ഓം ശാന്തി ശാന്തി.